सुखकर्ता दुःखहर्ता वार्ता विघ्नाची नुरवे पुरवे प्रेम कृपा जयाची सर्वांगी सुंदर उटिशेंदुराची कंठे झळके माळ मुक्ता फळाची जय देव जय देव. अधरं मधुरं वदनं मधुरं नयनं मधुरं हसितं मधुरं हृदयं मधुरं गमनं मधुरं मधुराधिपम्. എല്ലാവർക്കും നമസ്കാരം. ഇന്ന് ഞാൻ ഇവിടെ അവതരിപ്പിക്കുന്ന പ്രഭാഷണത്തിൻ്റെ വിഷയം ശ്രീമദ് ഭഗവത്ഗീത കർമ്മയോഗമാണ്. ഓം ഹരിശ്രീ ഗണപതേ നമ. അവിഘ്നമസ്തു. ഓം ശ്രീ ഗുരുഭ്യോ നമ. ഓം നമോ ഭഗവതേ വാസുദേവായ. ശ്രീമദ് ഭഗവത്ഗീത നമ്മുടെ ഭാരതത്തിൻ്റെ തന്നെ അഭിമാനമാണ്. ശ്രീമദ് ഭഗവത്ഗീത എന്തെന്നാൽ പാശ്ചാത്യർ പോലും നമ്മുടെ ഭഗവത്ഗീതയിൽ അനേകം തരത്തിലുള്ള റിസർച്ചുകൾ നടത്തി അത് അത്രയും മൂല്യവത്തായ ഒരു ഗ്രന്ഥമാണെന്ന് മനസ്സിലാക്കി. അതിലിപ്പോഴും പല പല രാജ്യങ്ങളും അതിൻ്റെ ആ മൂല്യങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടേയിരിക്കുകയാണ്. അവർക്ക് അതിൻ്റെ മുഴുവൻ അന്തസത്തകൾ മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടില്ല. എന്നാലും ഇതിൽ വളരെയധികം മൂല്യങ്ങളുള്ള ഒരു ഗ്രന്ഥമാണ് ഭഗവത്ഗീത. ഇപ്പം ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ എന്താണ് അതിൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ട എന്നർത്ഥം. ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്. അപ്പോൾ ഒരു ചോദ്യം ഉണ്ടായിരിക്കുക, എന്താണ് ഭഗവാനാൽ ഗാനം ചെയ്യപ്പെട്ടത്? അതാണ് അതിനുത്തരമാണ് ഉപനിഷത്ത്. അപ്പോൾ ഭഗവത്ഗീതയുടെ മറ്റൊരു ശരിക്കുള്ള പേരാണ് ഭഗവത് ഗീതോപനിഷത്ത്. ഇപ്പം ഗീത എന്നുള്ള വാക്ക് തന്നെ നമ്മൾ വേഗത്തിൽ ഉച്ചരിച്ചു കഴിഞ്ഞാൽ ഗീത ഗീത ത്യാഗി ത്യാഗി എന്നുള്ള ഒരു ഇതിൽ വരുന്നത്. അങ്ങനെ പല പ്രത്യേകതകളുള്ളതുമാണ് ഈ ഭഗവത്ഗീത എന്നുള്ളത് പറയുന്നത്. അപ്പോൾ ഈ ഭഗവത്ഗീത ഉണ്ടാവുന്നത് എങ്ങനെയാണ്? ധൃതരാഷ്ട്രപുത്രന്മാരായ ദുര്യോധനാദി കൗരവന്മാരും പാണ്ഡവപുത്രന്മാരായ യുധിഷ്ഠിരാദി പാണ്ഡവന്മാരും തമ്മിൽ നടന്ന അതിഘോരമായ ആ യുദ്ധത്തിൻ്റെ പശ്ചാത്തലമാണ് ഈ ഭഗവത്ഗീതയുടെ ഉത്ഭവം. ഭഗവാൻ ഈ ഭഗവത്ഗീതയിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു ശ്ലോകം പറയണമെങ്കിൽ അതെല്ലാവരും അറിഞ്ഞിരിക്കേണ്ട ഒരു ശ്ലോകം തന്നെയാണ്. ഭഗവാനും അർജുനനും എവിടെ ഒത്തൊരുമിക്കുന്നുവോ അവിടെ വിജയമുണ്ടാകും എന്നാണ് ആ ശ്ലോകത്തിൻ്റെ അർത്ഥം വരുന്നത്. അത് യത്ര യോഗേശ്വര കൃഷ്ണോ യത്ര പാർത്ഥോ ധനുർധര തത്ര ശ്രീവിജയോ ഭൂതിർധ്രുവ നീതിർമതിർമമ എന്നാ പറയണത്. അത് ഏത് പക്ഷത്തിലാണ് ശ്രീ പരമാത്മാവായ ശ്രീകൃഷ്ണ ഭഗവാനും വില്ലാളി വീരനായ അർജുനനും ഒത്തുചേർന്ന് നിൽക്കുന്നത്, അവിടെയാണ് വിജയം ഉണ്ടാകുന്നത്. ഇവരെവിടെ വിഘടിച്ചു നിൽക്കുന്നുവോ അവിടെ പരാജയമായിരിക്കും. ഭഗവാൻ ശ്രീകൃഷ്ണ ഭഗവാനും അർജുനനും എവിടെ ഒത്തുചേർന്ന് നിൽക്കുന്നുവോ അവിടെ ഐശ്വര്യവും സമൃദ്ധിയും എല്ലാ തരത്തിലുള്ള വിജയവും കൈവരിക്കുന്നു എന്നുള്ള ആ ശ്ലോകം അതിൻ്റെ ഒരു മൂലമായ ഒരു അർത്ഥമാണ് ഇതിൽ പറയുന്നത്. അതിൽ നിന്നും ഈശ്വരാധീനമില്ലാതെ ആർക്കും മുന്നോട്ട് പോകാൻ സാധ്യമല്ല. ഇപ്പോൾ ഗുരുവായൂരനെ ഇത്ര ഭക്തന്മാർ വന്ന് ദർശനം ചെയ്യുന്നത് ഭഗവാന്റെ ആ ചൈതന്യം ഭഗവാനെ ദർശിക്കാൻ വേണ്ടിയാണ് ഭക്തന്മാർ.
അത്രയ്ക്കധികം ഭക്തന്മാർ ഗുരുവായൂർ വന്നു ചേരുന്നു. ഇതെല്ലാം ഭഗവാനെ കണ്ട് ഭഗവാന്റെ അനുഗ്രഹങ്ങൾ വാങ്ങുന്നതിന് വേണ്ടിയാണ് എല്ലാ ഭക്തന്മാരും വരുന്നത്. യഥാർത്ഥത്തിൽ ഭാഗവതത്തിലൊരു ശ്ലോകം പറയുന്നുണ്ട്, നമ്മൾ നിവേദ്യങ്ങളെല്ലാതും വെച്ച് ഭഗവാന് അർപ്പിച്ചു കൊടുക്കുന്നു. അപ്പോൾ ഇതിനെപ്പറ്റി ഒരു ശ്ലോകം പറയുന്നത്, നൈവാത്മന പ്രബലയം നിജലാഭപൂർണോ മാനം ജനത വിദുഷ കരുണോ വൃണീതേ യദ്യജ്ജനോ ഭഗവതേ വിദതീതമാനം തച്ചാത്മനെ പ്രതിമുഖസ്യ യഥാമുഖശ്രീ. അപ്പോൾ ഭഗവാന് ഈ നിവേദ്യങ്ങളോ അങ്ങനത്തെ ഫലങ്ങളോ ഒന്നിൻ്റെയും ആവശ്യമില്ല ശരിക്ക് യഥാർത്ഥത്തിൽ. പക്ഷേ ഭക്തന് വേണ്ടി ഭഗവാൻ ഇതെല്ലാം സ്വീകരിക്കുകയാണ്. ഭക്തൻ ഇത് സമർപ്പിക്കുന്നത് എങ്ങനെയാണ്? ഭക്തിപൂർവം ഭഗവാനെ മനസ്സിൽ വിചാരിച്ചുകൊണ്ട്, നിഷ്കാമമായ ഭക്തി കൊണ്ട് മനസ്സിൽ ധ്യാനിച്ചുകൊണ്ട് ഭഗവാന് എല്ലാതും സമർപ്പിക്കുകയാണ്. അപ്പോൾ ഭഗവാൻ അത് സ്വീകരിക്കുന്നു. അത് സ്വീകരിച്ച് അതോടൊപ്പം ഭഗവാൻ സ്വീകരിക്കുന്നത് എന്താ? ഭഗവാൻ അവിടെ ചെയ്യുന്ന ഒരു പ്രോസസ്സ് ഉണ്ട്. എന്താണ്? ഭഗവാൻ അതിന്ന് ആ ഭക്തിയെ ഭഗവാൻ എടുക്കുകയാണ്. ആ ഭക്തൻ്റെ ഭക്തിയെ എടുത്ത് അത് ഭഗവാന്റെ ആ ദിവ്യത്വത്തിൽ, ഡിവൈനിറ്റിയിലിട്ട് അതിനെ റിഫൈൻ ചെയ്തുകൊണ്ട് ആ ഭക്തൻ്റെ ആത്മാവിലേക്ക് അത് തിരിച്ചയക്കുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾക്ക് മനസ്സിന് വളരെ സന്തോഷവും ആത്മകൈവല്യം വന്ന പോലത്തെ ഒരവസ്ഥ ഉണ്ടാകുന്നു. അപ്പോൾ പറയും, നമ്മൾ ഭഗവാനെ തൊഴുതപ്പോൾ എന്തോ മനസ്സിന് സന്തോഷം ഉണ്ടായി. ഇതെല്ലാം അപ്പോൾ ഭഗവാൻ ചെയ്യുന്ന ആ പ്രോസസ്സ് അതാണ്. അതിനെ നമ്മുടെ ഭക്തിയെ എടുത്തുകൊണ്ട് നമുക്ക് നമ്മുടെ ഭക്തിനെ എടുത്തിട്ട് അതിനെ റിഫൈൻ ചെയ്ത് നമ്മുടെ ആത്മാവിലേക്ക് തന്നെ സെൻഡ് ചെയ്യാൻ പറ്റില്ല. അത് ചെയ്യുന്നത് ഭഗവാനാണ്. അത് ഭഗവാൻ ആ നിർമ്മല ഭക്തി മനസ്സിലാക്കി ആ ഭക്തൻ്റെ ആ ഭക്തിയെ എടുത്തുകൊണ്ട് ഭഗവാന്റെ ഡിവൈനിറ്റിയിലിട്ട് റിഫൈൻ ചെയ്തുകൊണ്ട് ആ ഭഗവാൻ നമ്മുടെ ആത്മാവിലേക്ക് റീസെൻഡ് ചെയ്യുന്നു. അങ്ങനെ ചെയ്യുന്നതോടുകൂടി നമുക്ക് ആ നല്ല സന്തോഷം, മനസമാധാനം എല്ലാതും ഉണ്ടാവുക ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ നമ്മൾ ഈ നിവേദ്യങ്ങളെല്ലാതും നമ്മൾ തന്നെയാണ് ഭക്ഷിക്കുന്നത്. പക്ഷേ ഭഗവാൻ സമർപ്പിച്ചതിന് ശേഷമാണ് ഇതെല്ലാതും ഭക്ഷിക്കുന്നത്. അപ്പം നമ്മൾ കണ്ണാടിയിൽ നോക്കി നമ്മുടെ ആ ബിംബത്തുമ്മേ, ആ പ്രതിബിംബത്തുമ്മേ ഒരു പൊട്ട് തൊട്ട് കഴിഞ്ഞാൽ നമ്മുടെ നെറ്റിമേ പൊട്ട് വരില്ല. അത് നമ്മുടെ നെറ്റിമേ തൊട്ടാൽ മാത്രമാണ് അത് വരുള്ളൂ. അപ്പോൾ ഭഗവാനത് അർപ്പിക്കുമ്പോൾ ഭഗവാന്റെ പ്രതിബിംബ രൂപമായ നമ്മളാണ് ഇതെല്ലാം കഴിക്കുന്നത്. അപ്പോൾ ഭഗവാൻ കഴിച്ച ഫലം തന്നെയാണ്, ഭഗവാന്റെ പ്രതിബിംബ രൂപം തന്നെയാണ് നമ്മൾ. അങ്ങനെ ആ ഭക്തി, നല്ല ഭക്തിയാണ് നമുക്ക് ഒരു മനുഷ്യനിൽ ഉണ്ടാവേണ്ടത്. ആ ഭക്തി വളർന്ന് വലുതാവാൻ വേണ്ടിയാണ് നമ്മൾ എല്ലാ തരത്തിലുള്ള ചിട്ടകളും എല്ലാം ചെയ്യുന്നത്, പാരായണം ചെയ്യുന്നതും. അതുകൊണ്ട് ഒരു ഭക്തന് വളർത്തിയെടുക്കേണ്ടത് ഭക്തി തന്നെയാണ്. അപ്പോൾ ഇതിൽ പാണ്ഡവരും കൗരവരും പറഞ്ഞു. ഇതിൽ പാണ്ഡവരും കൗരവരും ഒരു കുടുംബത്തിലെ ആൾക്കാരാണ്, അംഗങ്ങളാണ്. ആ ഒരു കുടുംബത്തിലെ അംഗങ്ങൾ രണ്ട് തരം സ്വഭാവക്കാരാണ്. എന്താണ് അവരുടെ സ്വഭാവം? ഒരു സ്വഭാവക്കാർക്ക് സത്വഗുണം, ഹിംസ, അങ്ങനത്തെ ഗുണങ്ങൾ. മറ്റൊരു രജോ ഗുണം, തമോ ഗുണം, അങ്ങനെ കാമക്രോധലോപമോഹം അങ്ങനത്തെ ഗുണമുള്ള അങ്ങനെയുള്ള രണ്ട് സ്വഭാവക്കാരെങ്ങനെയാണ് ഒരുമിച്ച് നമുക്ക്? ചില ആൾക്കാർ പറയില്ലേ, ഭയങ്കര കടകവിരുദ്ധമായ ആൾക്കാർ കുറേ കാലം ഒരുമിച്ച് താമസിക്കും. അപ്പോൾ അവസാനം പറയും, ഇങ്ങനെ ഞങ്ങൾ 10 കൊല്ലം 15 കൊല്ലം 20 കൊല്ലമൊക്കെ താമസിച്ചു. ഇങ്ങനെ എങ്ങനെയാണ് ഈ രണ്ടാളുടെ സ്വഭാവം വെച്ച് നോക്കുമ്പോൾ പലതരത്തിലുള്ള സ്വഭാവമാണ്. ഈ സ്വഭാവം ഒരിക്കലും കൂടിച്ചേരാത്ത സ്വഭാവമാണ്. പക്ഷെ നിങ്ങൾ ഇത്ര കാലം എങ്ങനെ ജീവിച്ചു എന്ന് പറഞ്ഞു. അങ്ങനത്തെ ഈ രണ്ട് സ്വഭാവക്കാരാണ് ഈ പാണ്ഡവരും കൗരവരും. ഇവർ എപ്പോൾ നോക്കിയാലും സംഘട്ടനാണ്. അവർ ഒരുമിക്കില്ല. എപ്പോൾ നോക്കിയാലും ഒരു കൂട്ടക്കാർ മറ്റാളെ നശിപ്പിക്കാൻ ശ്രമിക്കുന്ന തരത്തിലുള്ള ആ കർമ്മങ്ങളാണ് ചെയ്തു വരുന്നത്. അപ്പോൾ ഇതുപോലെ തന്നെ ഇങ്ങനെ ഭഗവത്ഗീതയിൽ ഇങ്ങനെ പറയുന്ന ഈ പാണ്ഡവരും കൗരവരും ഈ കാര്യങ്ങൾ ഇങ്ങനെ ഇവർ തമ്മിൽ നടന്നൊരു യുദ്ധത്തിനെ പറ്റി എന്തിനാണ് നമ്മളിപ്പോൾ ഇവിടെ ഈ വലിയ കാര്യമായിട്ട് ചർച്ച ചെയ്യുന്നത്? ഇപ്പോൾ ലോകം മുഴുവനും ചർച്ച ചെയ്യുന്നത് പാണ്ഡവരും കൗരവരും തമ്മിൽ യുദ്ധം ചെയ്തു, അവിടെ കൃഷ്ണൻ വന്നു അർജുനനെ ഉപദേശിച്ചു, ഈ കാര്യമാണ്. ഇതാണ് വലിയ പ്രധാനമായിട്ട് കാര്യമായിട്ട് എല്ലാവരും ചർച്ച ചെയ്യപ്പെടുന്നത്. എന്താണ് സംഭവം എന്നുള്ളത് അതിനെപ്പറ്റി നമ്മൾ ചിന്തിക്കുകയാണ്. അപ്പോൾ മനസ്സിലാക്കുന്നത് ഈ കൗരവരും പാണ്ഡവരും എല്ലാവരുടെ മനസ്സിലുണ്ടെന്നാണ്. എല്ലായിടത്തും ഉണ്ട്. നമ്മുടെ മനസ്സിൽ ചിത്തത്തിൽ നോക്കിയാൽ രണ്ട് തരം ഇതുണ്ടായിരിക്കാം. ഒന്ന്, നമ്മൾ സത്യധർമാദികൾ പാലിക്കുന്നു, പെട്ടെന്ന് നമുക്ക് രജോ ഗുണങ്ങൾ, അങ്ങനെ ദേഷ്യം വരുന്നു, കോപം വരുന്നു. ഇതെല്ലാം ഒരു മനസ്സിൽ നിന്ന് തന്നെയാണ് ഉണ്ടാവുന്നത്. അതുപോലെ തന്നെയാണ് കുടുംബത്തിൽ നിന്ന് തന്നെയാണ് ഈ കൗരവരും ഉണ്ടായതും പാണ്ഡവരും ഉണ്ടായതും.
രണ്ടും രണ്ട് തരം സ്വഭാവക്കാരായി എന്ന് മാത്രം. അതുപോലെ ഇനി രാജ്യങ്ങളെടുത്ത് നോക്കിയാലും ഏത് രാജ്യങ്ങളെടുത്ത് നോക്കിയാലും അവർ തമ്മിൽ യുദ്ധങ്ങൾ നടക്കുന്നുണ്ട്. ഒക്കെ ഈ കുരുക്ഷേത്ര യുദ്ധം എല്ലായിടത്തും നടന്നുകൊണ്ടിരിക്കുകയാണ്. എന്താണ് ഈ കുരുക്ഷേത്ര യുദ്ധം ഇങ്ങനെ നടക്കാൻ കാരണം? ഈ ഗുണങ്ങളാണ്. ഈ രജോ ഗുണങ്ങൾ അത് വർദ്ധിക്കും തോറും കാമക്രോധ ലോപമോഹം എല്ലാത്തിനും എന്ത് കിട്ടിയാലും മതി വരണില്ല. രാജ്യം കിട്ടിയാൽ കുറച്ച് സ്ഥലം കിട്ടി പോരാ, ഇനിയും പിടിക്കണം, മൊത്തം പിടിക്കണം, പിടിച്ചടക്കണം. അങ്ങനെയുള്ള വ്യാമോഹങ്ങളാണ് ഇവരിലുണ്ടായി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വരുന്ന സമയത്ത് ഈ ഭഗവത്ഗീതയ്ക്ക് വലിയ പ്രസക്തിയുണ്ട് എന്നാണ് പറയുന്നത്. ഭഗവാൻ അർജുനൻ വില്ലാളി വീരനാണ്. എല്ലാവരും പാശുപതാസ്ത്രമുണ്ട് പറയില്ലേ, പാശുപതാസ്ത്രം ശരമുണ്ട് അവനൊരു കുശലശേഷം കാണുവാനില്ല എന്നൊക്കെ കവി പാടിയിട്ടുണ്ട്. പക്ഷേ ആ അർജുനന്, ഇത്ര വില്ലാളി വീരനായ അർജുനനും നല്ല അഹങ്കാരി. അതുകൊണ്ട് തന്നെ അർജുനന് നല്ല അഹങ്കാരമുണ്ട്. എന്നെ തോൽപ്പിക്കാൻ ആർക്കും കഴിയില്ല, ഞാൻ എല്ലാവരെയും ജയിക്കുന്ന ഒരാളാണ് എന്നുള്ള അഹങ്കാരം അർജുനനുണ്ട്. പക്ഷേ ഒരു കണക്കിന് ചിലപ്പോൾ ഭഗവാനൊരു പ്രത്യേകത ഉണ്ട്. ഒരു കാര്യം ഒരാളോട് നിനക്കൊരു കഴിവില്ല അങ്ങനെ പറഞ്ഞ് ഭഗവാൻ ഒരാളെയും പുകഴ്ത്ത് അങ്ങനെ ചെയ്യില്ല. അവരെ ആ കാര്യങ്ങൾ കൊണ്ട് അവർക്ക് മനസ്സിലാവും അവർ ഒന്നുമല്ല എന്നുള്ള സംഭവം. അതിൽ ഒരു രസകരമായൊരു കഥ പറയുകയാണെങ്കിൽ, ഭഗവാന് ഭയങ്കര എളിമയോട് കൂടിയിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാം. അതായത് മഹാവിഷ്ണുവിന് ഗരുഡനെ വാഹനമായി കിട്ടണം. അപ്പോൾ ഗരുഡനെ വന്നിട്ട് പോയി യുദ്ധം ചെയ്ത് തോൽപ്പിച്ച് വാഹനമായി കിട്ടാൻ വിഷ്ണുവിന് ഒരു ബുദ്ധിമുട്ടുമില്ല. പക്ഷേ വിഷ്ണു അങ്ങനെയല്ല, അവരെ സ്വമേധയ അവരെ സന്തോഷത്തോട് കൂടിയിട്ട് വരണം ഭഗവാന്റെ ഒപ്പം. അപ്പോൾ ഭഗവാൻ ഗരുഡനോട് പറഞ്ഞു, ഗരുഡാ ഒരു കാര്യം ചെയ്യാം, നമുക്ക് യുദ്ധം ചെയ്യാം. യുദ്ധം ചെയ്ത് ആരാണ് ജയിക്കുന്ന ആൾ തോൽക്കുന്ന ആൾക്ക് വരം കൊടുക്കാം. അങ്ങനെ മഹാവിഷ്ണു അപ്പോൾ ഗരുഡനെ സമ്മതിച്ചു. എന്താ വെച്ചാൽ ഇത്രയും വലിയ മഹാവിഷ്ണുവാണ് എന്നോട് യുദ്ധം ചെയ്യാൻ വരുന്നത്. അപ്പോൾ ഇതിലും അപ്പുറം ഒരു എതിരാളിയായിട്ട് വരുന്നത് ആ മഹാവിഷ്ണുവിനെയൊക്കെ ജയിക്കുക എന്ന് പറയണമെങ്കിൽ പിന്നെ വിശ്വം ജയിച്ച ബലന്താണ്. അപ്പോൾ അതുകൊണ്ട് ശരി, ഗരുഡന് ഭയങ്കര ഉഷാറായി, ഉന്മേഷവാനായി. മഹാവിഷ്ണുവിനോട് അതിഘോരമായി യുദ്ധം ചെയ്തു. കുറേ യുദ്ധം ചെയ്തപ്പോൾ മഹാവിഷ്ണു പറഞ്ഞു, ഗരുഡാ നിൻ്റെ യുദ്ധം അതിഗംഭീരം തന്നെ, ഞാൻ ഇങ്ങനെ ഒരു യുദ്ധമൊന്നും അടുത്ത കാലത്തൊന്നും കണ്ടിട്ടില്ല. പക്ഷേ എനിക്ക് പിടിച്ചു നിൽക്കാൻ പറ്റുന്നില്ല. പക്ഷെ ഒരു കാര്യം ചെയ്യുക, ഞാൻ തോൽവി സമ്മതിക്കണേ, ഇനി കൂടുതൽ യുദ്ധം ചെയ്ത് നമ്മുടെ സമയം കളയണ്ട. നീ ഒരു കാര്യം ചെയ്യുക, നിനക്ക് എന്ത് വരം വേണ്ടത് വെച്ചെങ്കിൽ അത് ചോദിച്ചോളൂ, ആ വരം ഞാൻ തരാം. അപ്പോൾ മഹാവിഷ്ണു ഇങ്ങനെ പറഞ്ഞപ്പോൾ ഗരുഡൻ പറയാണ്, നമ്മുടെ കരാർ അങ്ങനെയല്ല, ആരാണ് ജയിക്കുന്നത്, ജയിക്കുന്ന ആൾ തോൽക്കുന്ന ആൾക്കാണ് വരം കൊടുക്കുന്നത്. അപ്പോൾ ഇവിടെ ജയിച്ചത് ഞാനാണ്, അപ്പോൾ വരം കൊടുക്കേണ്ടത് ഞാനാണ്. താങ്കൾ ചോദിച്ചോളൂ, എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളൂ. എന്നോട് ഗരുഡനാ പറയണത്. ഇത്രയും ശക്തനായ സർവശക്തനായ ഗരുഡനോട് എന്ത് വരം ചോദിച്ചാലും ഞാൻ തരും. അത്ര അഭിമാനിയാണ് ഞാൻ, സത്യസന്ധനാണ്. ഭഗവാൻ കയ്യിലടിച്ച് സത്യമൊക്കെ ചെയ്തു. അപ്പോൾ എന്ത് വരം ചോദിച്ചാലും തരാമെന്ന് പറഞ്ഞു. അപ്പോൾ മഹാവിഷ്ണു താഴ്ന്ന് നിന്നുകൊണ്ട് പറയാണ്, എനിക്ക് ആകെ ഒരു വരം മതി, വേറെ അധികം വരങ്ങളൊന്നും ആവശ്യമില്ല. അവിടുന്ന് അടിയൻ്റെ വാഹനമായിരിക്കണം എന്നാണ് വരം ചോദിച്ചത്. എന്താണ് പറഞ്ഞത്? ഭഗവാൻ അപ്പോഴും യുദ്ധം ചെയ്ത് ഇതായിട്ടും വരം ചോദിക്കുമ്പോൾ കൂടി അവിടെ ഭയങ്കര എളിമയോട് കൂടിയിട്ട് അവിടുന്ന് അടിയൻ്റെ വാഹനമായിരിക്കണം. അപ്പോൾ അത്രയല്ലേ ഉള്ളൂ, ചെറിയ വരമാണ് ചോദിച്ചത്. എന്നാൽ പുറത്ത് കയറിക്കോളൂ. അപ്പോൾ ഭഗവാൻ പുറത്ത് കയറി പറക്കാൻ തുടങ്ങി. അങ്ങനെ നിത്യം സ്വന്തം ഇഷ്ടപ്രകാരം മഹാവിഷ്ണുവിന് നല്ലൊരു വാഹനം, ഗരുഡനെ, അതിശക്തനായ ഒരു പക്ഷി വാഹനം കിട്ടി. അപ്പോൾ ഭഗവാൻ എല്ലാവർക്കും അവരുടെ കഴിവുകളും കാര്യങ്ങളും ഉണ്ടെങ്കിലും അത് അവരെ ബുദ്ധിമുട്ടിക്കാതെയോ അവരെ വിഷമിപ്പിക്കാതെയോ അപ്പോൾ അവർക്ക് മനസ്സിലാവും. കുറേ കഴിയുമ്പോൾ മനസ്സിലാവും ആരാണ് യഥാർത്ഥത്തിൽ ജയിച്ചതെന്നുള്ളത്. ആർക്ക് മനസ്സിലാവും? ഗരുഡന് മനസ്സിലാവും. യഥാർത്ഥത്തിൽ ഞാൻ വിഷ്ണുവിനെ ജയിച്ചിട്ടില്ല, യഥാർത്ഥത്തിൽ പരാജയപ്പെട്ടത് ഞാൻ തന്നെയാണ്. എന്നാലും മഹാവിഷ്ണു എനിക്ക് ജയിക്കാനൊരവസരം തന്നല്ലോ എന്നുള്ളൊരു സന്തോഷം ആരുടെ മനസ്സിലുണ്ടായി? ഗരുഡൻ്റെ മനസ്സിൽ ഉണ്ടായി. അപ്പോൾ അങ്ങനെയാണ് ഈ മഹാവിഷ്ണുവിൻ്റെ ഒരു രീതി, കൃഷ്ണൻ്റെയൊക്കെ ഒരു രീതി. ആരും മനസ്സിൽ വിഷമിക്കില്ല. ഏത് ഭക്തനാണെങ്കിലും ഭക്തൻ്റെ വിഷമങ്ങൾ കണ്ടാലും അവരെ ദുഃഖിപ്പിക്കാതെ കാര്യങ്ങൾ അവർക്ക് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന തരത്തിൽ അതിനൊരു അവസരം ഉണ്ടാക്കി കൊടുക്കും. അപ്പോൾ ഇവിടെ അതിശക്തനായ അർജുനൻ യുദ്ധത്തിന് വേണ്ടിയിട്ട്, കുരുക്ഷേത്ര യുദ്ധത്തിന് വേണ്ടി മഹാവിഷ്ണു കൃഷ്ണൻ തേര് തെളിച്ചു കൊണ്ടുവരികയാണ്. തേരാളി ആരാണ്? കൃഷ്ണനാണ്. സാക്ഷാൽ പരമാത്മാവായ കൃഷ്ണനാണ് തേരാളി. തേര് തെളിച്ചു കൊണ്ടുവരുമ്പോൾ
ആ യുദ്ധഭൂമിയിലേക്ക് പോകണം, ആ ഇരു സൈന്യത്തിൻ്റെ മധ്യത്തിലൊന്ന് നിർത്തി എനിക്ക് ആ ഇതെല്ലാം ഒന്ന് വീക്ഷിക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഭഗവാൻ അതുപോലെ തന്നെ ആ വേഗത്തിൽ രഥം തെളിച്ചുകൊണ്ട് ആ രണ്ട് ഉഭയോർമധ്യേ എന്ന് പറഞ്ഞാൽ ആ രണ്ട് സൈന്യത്തിൻ്റെ മധ്യത്തിൽ നിർത്തുകയാണ്. അവിടെയാണ് ഭഗവാന്റെ ബുദ്ധി ശരിക്കും പറയണമെങ്കിൽ. അവിടെ വന്ന് നോക്കിയപ്പോൾ അർജുനൻ കാണുന്നത് അർജുനൻ്റെ സഹോദരങ്ങൾ, പിതാമഹന്മാർ, ഗുരുനാഥന്മാർ, അങ്ങനെ എല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആൾക്കാരാണ്. അവരൊക്കെ എങ്ങനെ നിൽക്കുന്നത്? ഗാണ്ഡീവം കുലച്ച് ശരം അമ്പ് ചെയ്യാൻ തയ്യാറായിട്ടാണ് നിൽക്കുന്നത്. ആരെ കൊല്ലാൻ? അർജുനൻ്റെ സൈന്യത്തെയും വധിക്കാൻ വേണ്ടി തയ്യാറായി നിൽക്കുന്ന ഇവരെ കണ്ടപ്പോൾ അർജുനന് പെട്ടെന്നൊരു വിഷമം ഉണ്ടാവുക ചെയ്യണത്. ഇയാളെ കൊല്ലാൻ, അർജുനനെ കൊല്ലാൻ വേണ്ടിയിട്ടാണ് ഇവരൊക്കെ നിൽക്കുന്നത്, വധിക്കാൻ വേണ്ടി നിൽക്കുന്നവരെ കണ്ടപ്പോൾ പെട്ടെന്ന് അർജുനന് അയ്യോ എൻ്റെ പിതാമഹനല്ല നിൽക്കുന്നത്, ഭീഷ്മര്, എൻ്റെ അച്ഛൻ്റെ അച്ഛൻ, അത്രയും അങ്ങനെയുള്ള അഭിവന്ദിനായ ആൾക്കാരാണ്, എൻ്റെ സഹോദരന്മാരാണ്, എന്നെ ഇത്രയും സ്നേഹിക്കുന്ന സഹോദരന്മാരാണ് ഇവിടെ നിൽക്കുന്നത്, ഇവരെയൊക്കെയാണ് ഞാൻ കൊല്ലാൻ പോകുന്നത്. ദ്രോണരെ, ഇവരെല്ലാവരും കണ്ടപ്പോൾ പെട്ടെന്ന് അർജുനൻ്റെ എല്ലാ ശക്തിയും നഷ്ടപ്പെട്ട പോലെ തോന്നുക. ഇത്രയും വേണ്ടപ്പെട്ട ആൾക്കാരെ ഞാൻ വധിക്കാൻ പോവുകയാണ്, എനിക്ക് എങ്ങനെ കൊല്ലാൻ പറ്റും എൻ്റെ അനുജന്മാരെ? അപ്പോൾ പെട്ടെന്നൊരു വികാരം വന്നുകൊണ്ട് ഇവരൊക്കെ വളരെ വേണ്ടപ്പെട്ട ആളായി മാറി. ആർക്ക്? അർജുനനെ വധിക്കാൻ നിൽക്കുന്ന ഇവരെല്ലാവരും വളരെ വേണ്ടപ്പെട്ട ആൾക്ക്. ഇവരൊക്കെ എനിക്ക് കൊല്ലാൻ പറ്റില്ല, ഇവരൊക്കെ എൻ്റെ വേണ്ടപ്പെട്ട, ഇവരെ കൊന്നിട്ട് എനിക്ക് യാതൊരു വിജയവും നേടണ്ട എന്ന് പറഞ്ഞുകൊണ്ട് അർജുനൻ ആകെ സകല ശക്തിയും ചോർന്നു പോയി. കയ്യിൽ നിന്ന് ഗാണ്ഡീവം വഴുതി പോവുക. പാർത്ത, എൻ്റെ ഗാണ്ഡീവം എൻ്റെ കയ്യിൽ നിന്ന് ഇതാ വഴുതി പോകുന്നു, എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റില്ല എന്ന് പറയാം. ഒരു യുദ്ധം തുടങ്ങാൻ ഏതാനും സമയമുള്ള സമയത്താണ് ഇങ്ങനെ ഒരു വില്ലാളി വീരനായ അർജുനൻ ഇപ്രകാരം പറയുന്നത്. അപ്പോൾ അതിന്ന് മനസ്സിലാക്കുന്ന അർജുനൻ തന്നെ മനസ്സിലായി കാണും, നമ്മൾ ആരും ചിന്തിക്കാത്ത ഒരു വസ്തുത അതിന്ന് മനസ്സിലാക്കാം. ഇത്തിരി വില്ലാളി വീരനായ അർജുനൻ്റെ തേരാളിയാണ് ആര്? ഭഗവാൻ. ആ വില്ലാളി വീരൻ സർവശക്തി എല്ലാം നഷ്ടപ്പെട്ട് അയാൾ ഒരു യുദ്ധം ചെയ്യാൻ പോലും കഴിയാതെ സാധാരണ ഒരു കൊച്ചുകുട്ടിയെ പോലെ അവിടെ ഇരുന്ന് പറയാൻ ചപലനായി നിൽക്കുന്ന സമയത്ത് ഭഗവാനോട് പറയുക എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞ് ഒന്നും അറിയാതെ ഭഗവാനോടാണ് ഉപദേശങ്ങൾ തേർന്നത്. എന്താ ചെയ്യേണ്ടത്? എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല, യുദ്ധം തുടങ്ങാറായി. അങ്ങനെ ആ സമയത്ത് ഭഗവാൻ തേര് തെളിച്ചു കൊണ്ടുപോയി അർജുനന് ഉപദേശം. അങ്ങനെ ഒന്നുമല്ലാതായി തൻ്റെ ശക്തി മുഴുവനും ചോർന്നു പോയ ആ അർജുനനെ ശക്തനാക്കുന്നതിന് വേണ്ടി ഭഗവാൻ അതിഗംഭീരമായ ജ്ഞാനങ്ങൾ പകർന്നു കൊടുക്കുന്നതാണ് ഈ ഭഗവത്ഗീത. അങ്ങനെ അർജുനന് അങ്ങനെ ഒരു വിഷാദം ഉണ്ടായിരുന്നില്ലെങ്കിൽ എന്ത് സംഭവിക്കും? നമുക്കൊന്നും ഈ ഭഗവത്ഗീത കേൾക്കാനുള്ള ഭാഗ്യം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഭഗവാന്റെ പ്ലാനുകളാണ്. ഇതെല്ലാം ചെയ്യുന്നതും നടത്തുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. കുരുക്ഷേത്ര യുദ്ധം ഉണ്ടാക്കുന്നതും അവിടെ ഈ ഭഗവത്ഗീത ഉപദേശിച്ചു കൊടുക്കുന്നതും എല്ലാ കാര്യങ്ങളും ചെയ്യുന്നതും അർജുനൻ ആകെ വിഷമിച്ചപ്പോൾ അർജുനനെ ശക്തനാക്കാൻ വേണ്ടിയിട്ടുള്ള ഉപദേശങ്ങൾ കൊടുക്കും, എല്ലാതും ഭഗവാനാണ്. അപ്പോൾ ഭഗവാൻ തന്നെ ഇങ്ങനെ ഈ ലോക ജന നന്മയ്ക്ക് വേണ്ടി വലിയൊരു ജ്ഞാനത്തിനെ പകർന്നു കൊടുക്കണം എന്നുള്ള ഒരു ഉദ്ദേശം കൂടിയും ഭഗവാനും ഉണ്ടായിരുന്നു. അത് യാദൃശ്ചികമായിട്ട് പറഞ്ഞു വരുമ്പോൾ അതിൽ നമുക്കൊന്നും അവിശ്വസിക്കാൻ പറ്റില്ല. എന്താ കാരണം വെച്ചാൽ അർജുനൻ വിഷമിച്ചു, ഗാണ്ഡീവം താഴെ വീണു, അത് ഭഗവാൻ മനഃപൂർവ്വം അത് ചെയ്യിച്ചതാണെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. എന്താ കാരണം ഈ അർജുനൻ്റെ ബന്ധുക്കളാണ് അവിടെ നിൽക്കുന്നത്, ബന്ധുക്കളാണ്, ഗുരുനാഥന്മാരാണ്. അപ്പോൾ അർജുനൻ പറയണതിന് അർജുനനെയും കുറ്റം പറയാൻ പറ്റില്ല. ചുരുക്കം പറയുകയാണെങ്കിൽ ഇങ്ങനെ ഒരു ജ്ഞാനം പകർന്നു കൊടുക്കുന്നതിന് ഒരു സുവർണാവസരമായി ഈ കുരുക്ഷേത്ര യുദ്ധത്തിൻ്റെ ആ പശ്ചാത്തലം അവിടെ ഒരുങ്ങുകയാണ്. അങ്ങനെ അർജുനന് പലതരത്തിലുള്ള വിഷമങ്ങളുണ്ടായി. എന്താണ് ഈ മരം പല ആൾക്കാരെയും വധിക്കുകയാണ് ചെയ്യണത്. അപ്പോൾ വധിക്കുന്നത് ഇതിനെ പറ്റിയിട്ടുള്ള ജ്ഞാനങ്ങൾ അറിയണമെന്നില്ല. അപ്പോഴാണ് ഭഗവാൻ പറയാണ് നിങ്ങൾ ആരും കൊല്ലുന്നില്ല, നമുക്ക് ആരും കൊല്ലാൻ പറ്റില്ല, ആത്മാവിനെ ആർക്കും നശിപ്പിക്കാൻ പറ്റില്ല. നൈനം ചിന്തന്തി ശസ്ത്രാണി നൈനം ദഹതി ഭാവക ന ചൈന ക്ലേദയന്ത്യാപോ ന ശോഷയതി മാരുത. എന്താ പറയുന്നത്? ആത്മാവിനെ ആർക്കും ഈ വാളുകൊണ്ടോ ആയുധം കൊണ്ട് വെട്ടി നുറുക്കാൻ പറ്റില്ല, നശിപ്പിക്കാൻ പറ്റില്ല, അഗ്നിക്ക് ദഹിപ്പിക്കാൻ പറ്റില്ല, വെള്ളത്തിന് നനയ്ക്കാൻ പറ്റില്ല, കാറ്റിന് വരട്ടാൻ പറ്റില്ല. അപ്പം അത്രയും
പ്രധാനപ്പെട്ട ഒരു രൂപമാണ് ഈ ആത്മസ്വരൂപം. ഇന്ന് ആത്മാവിനെ നമുക്ക് കാണാൻ പറ്റുമോ? അതും പറ്റില്ല. ഇന്ന് ആത്മാവ് നമ്മളില്ല എന്ന് പറയാൻ പറ്റുമോ? ഇല്ല. നമ്മൾ നമ്മുടെ ആത്മാവിനെ കണ്ടിട്ടുണ്ടോ? അതുമില്ല. പക്ഷെ നമ്മളെല്ലാവരും എഴുന്നേറ്റ് നടക്കുന്നുണ്ട്, പ്രവൃത്തി ചെയ്യുന്നു, എല്ലാ കാര്യം. ഇതൊക്കെ ഈ ആത്മാവ് നമ്മുടെ ശരീരത്തിലുള്ള കാരണം. ആത്മാവ് ശരീരത്തിൽ നിന്ന് പോയി കഴിഞ്ഞാൽ എല്ലാതും കഴിഞ്ഞു. അപ്പോൾ ഇത്രയും പ്രത്യേകതമായ ഈ കാറ്റിന് വരട്ടാൻ പറ്റില്ല, വെള്ളത്തിന് നനയ്ക്കാൻ പറ്റില്ല, ഇങ്ങനെയൊക്കെ അത്രയും അമൂല്യമായ തരത്തിൽ ഈ ആത്മാവിൻ്റെ സൃഷ്ടിച്ചത്, ആ സൃഷ്ടി അത് ഭഗവാന്റെ ഒരു പ്രത്യേകത തന്നെയാണ്. ഭഗവാൻ എല്ലാതും ചെന്ന് നോക്കുമ്പോൾ ഭഗവാൻ സർവം ബ്രഹ്മമയ എന്ന് പറഞ്ഞ മാതിരി, എന്നാ അഹം ബ്രഹ്മാസ്മി എന്ന് പറഞ്ഞു. അപ്പോൾ അത് ആത്മാവ്, അത് തന്നെ പരമാത്മാവ് എന്ന തരത്തിൽ ഏത് തരത്തിൽ പറയുകയാണെങ്കിലും നമ്മൾ ഭഗവാനോട് ബന്ധപ്പെട്ട് കിടക്കുന്നു. പക്ഷെ നമുക്ക് അത് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. നമ്മൾ ഭഗവാനിൽ ബന്ധപ്പെട്ട് ഇരിക്കുന്നു, ആ ഭഗവാന്റെ ചൈതന്യം നമ്മളിലുണ്ട് എന്ന് പറയുമ്പോൾ ഒക്കെ പറയും, നമ്മൾ ഇതൊക്കെ ഉണ്ട് എന്ന് പറയും. പക്ഷെ എന്നാലും നമുക്കത് മുഴുവനത് വിശ്വസിക്കാൻ പറ്റില്ല. പിന്നെയും കൃഷ്ണ എന്ന് പറഞ്ഞിട്ട് നമ്മൾ പുറത്ത് ഓടി നടക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ആത്മാവ് ക്ഷേത്രജ്ഞ വിഭാഗയോഗം എന്നറിയില്ലേ? ശരീരം ക്ഷേത്രം, അതിൽ ക്ഷേത്രജ്ഞൻ, അതിൽ ഭഗവാൻ ആത്മാവായി കുടികൊള്ളുന്നു. ഇതൊക്കെ നമുക്കറിയാം. ഇതൊക്കെ അറിയെങ്കിലും കൂടിയിട്ട് നമ്മൾ പിന്നെയും പറയും അതുകൊണ്ട് മുഴുവനും പോരാ എന്നുള്ളത്. പക്ഷേ അത് നമ്മൾ പല തവണ നമ്മൾ ഈ മനസ്സിലാക്കി മനനം ചെയ്തും അങ്ങനെ നമ്മളതിനെ ഹൃദിസ്ഥമാക്കി അതിൽ ഈ ആത്മജ്ഞാനം ഉണ്ടാവുമ്പോഴാണ് നമ്മൾ യഥാർത്ഥ ഒരു ജ്ഞാനിയായി മാറുന്നത്. അപ്പോൾ അർജുനോട് പറയണം, നമ്മൾ വസ്ത്രം മാറുന്ന പോലെ ഉള്ളോ? നമ്മളിപ്പോൾ ശരീരം മാറുന്നു, മരിക്കുന്നു, മരണം എന്ന് പറഞ്ഞാൽ അതൊന്നും നമ്മുടെ ശരീരം മാറി മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നു എന്നുള്ളത് പോലെയുള്ളൂ. നമ്മൾ ആത്മാവിന് യാതൊരു ഇതും വരുന്നില്ല. നമ്മൾ കഴിക്കുന്നു, ചായ കുടിക്കുന്നു, ഭക്ഷണം കഴിക്കുന്നു, ഇതൊക്കെ ആത്മാവിന് നല്ല സുഖം തോന്നുന്നുണ്ടോ? ഇല്ല. ആത്മാവ് ഇതിനൊന്നും ആവശ്യമില്ല. ഇതിൻ്റെ ഗുണങ്ങളോ ഒന്നും, ഒക്കെ ശരീരമാണ് ഇതൊക്കെ അനുഭവിക്കുകയൊക്കെ ചെയ്യുന്നത്, മനസ്സും ആണ്. പക്ഷേ ആത്മാവ് എപ്പോഴും നിശ്ചലമായി പരബ്രഹ്മ സ്വരൂപത്തിൽ നിൽക്കുക ഭഗവാൻ. അത് ഈശ്വര ചൈതന്യമാണ്. നമ്മുടെ ശരീരത്തിലേക്ക് ഭഗവാൻ തന്നിട്ടുള്ള ആ ചൈതന്യ സ്വരൂപമാണ് ഈ ആത്മാവ്. അതുകൊണ്ട് ഈ ചൈതന്യത്തിനെ നമ്മൾ വർദ്ധിപ്പിക്കുക ചെയ്യുന്നത്. നമ്മൾ ഈ ധ്യാനങ്ങൾ നടത്തുന്നു, അതുപോലെ തന്നെ പാരായണം, ഭാഗവത പാരായണം എല്ലാം ചെയ്യുമ്പോൾ നമ്മുടെ ആത്മചൈതന്യം വർദ്ധിക്കുക ചെയ്യുന്നത്, നമ്മുടെ തലങ്ങൾ വർദ്ധിക്കുക ചെയ്യുന്നത്. അങ്ങനെ നമ്മളിത് വായിച്ചു വരുമ്പോൾ നമ്മളിപ്പോൾ ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ മുഖത്ത് ഒരു സന്തോഷം എല്ലാതും ഉണ്ടാവും. പക്ഷേ നമ്മൾ മനസ്സിലാക്കുകയാണ്, നമ്മളൊരു ജ്ഞാനം ഉണ്ടാവുമ്പോൾ നമ്മൾക്ക് മരണമില്ല എന്നൊക്കെ. ആത്മാവിന് മരണമില്ല, എന്ത് വന്നാലും നമുക്ക് പിന്നെയും ജനിച്ചുകൊണ്ടേയിരിക്കുകയാണ്. അപ്പോൾ നമുക്ക് മരണമില്ല, എന്ത് വന്നാലും നമുക്കൊരു പ്രശ്നം വരുന്നില്ല. അപ്പോൾ ഭഗവാൻ തന്നെയാണ് നമ്മുടെ ആത്മാവ് എന്ന് പറഞ്ഞാൽ ഭഗവത് ചൈതന്യം തന്നെയാണ് എന്നുള്ളതൊക്കെ നമ്മൾ മനസ്സിലാക്കുമ്പോൾ അപ്പം തന്നെ നമ്മുടെ കണ്ണ് തുറന്ന പോലെ തോന്നും. നമുക്ക് ദുഃഖങ്ങളില്ല, വേറെ എന്ത് പ്രശ്നം ഉണ്ടായാലും അതൊക്കെ ഭഗവാൻ തന്നെ നമ്മുടെ ഒപ്പം എപ്പോഴും ഉണ്ടല്ലോ എന്നുള്ള ആ ഒരു ചിന്തയും എല്ലാതും വരുമ്പോൾ നമുക്ക് എല്ലാത്തിനും ഒരു ധൈര്യം ഉണ്ടാവും, മനോധൈര്യം ഉണ്ടാവും. അതായത് എന്താ പറയുക, മനസ്സിന് ധൈര്യം ഉണ്ടെങ്കിൽ മാത്രമാണ് എല്ലാ കാര്യങ്ങളിലേക്കും നമുക്ക് ഇടപെടാൻ സാധിക്കുകയുള്ളൂ. ഓരോ പ്രശ്നത്തിൽ ചെല്ലുമ്പോൾ അതിൽ നീ പ്രശ്നം ഉണ്ടാവുമോ, അത് പ്രശ്നം ആ കർമ്മം ചെയ്ത് കഴിഞ്ഞാൽ അത് വിഷയം ഉണ്ടാവുമോ എന്നുള്ളൊക്കെ സംശയം വരുന്നത് എന്താണ്? അപ്പം നമുക്ക് ആ നമ്മളിലുള്ള വിശ്വാസക്കുറവാണ്. അപ്പം നമ്മളിൽ തന്നെ ആ വിശ്വാസം ഉണ്ടാവണം. അതിൽ നമുക്ക് ഈശ്വരനുള്ള വിശ്വാസമാണ് നമുക്ക് നമ്മളുള്ള വിശ്വാസം എന്ന് പറയുന്നത്. ഇതിൽ ഈ അർജുനനോട് പറയാണ്, ഈ ജ്ഞാനത്തിൻ്റെ ഇതിനെയൊക്കെ പറ്റി സംസാരിക്കുകയാണ്. ആര്? ഭഗവാൻ പറയാണ്, ജ്ഞാനം ചെയ്യുന്നത് നല്ല അതാണ്, അറിവുണ്ടാക്കുന്നത് അത് വളരെ ശ്രേയസ്കരമാണ് എന്ന് പറയും. അപ്പോൾ അർജുനൻ എന്താണ്, ഈ യുദ്ധത്തിൽ നിന്നൊന്ന് പിന്മാറണം. അല്ല, ചില ആൾക്കാരില്ലേ, ചിലർ പരീക്ഷ എഴുതാണ്ട് എങ്ങനെയും അസുഖം പിടിച്ചിരിക്കണമെങ്കിൽ അമ്മോട് പറയും സുഖമില്ല, കാരണം ഇന്ന് സ്കൂളിൽ പോകാൻ പറ്റില്ല, അപ്പോൾ ഇന്ന് പോകണ്ട എന്ന് പറഞ്ഞ് കിട്ടിയാൽ മതി. അതുപോലെ അർജുനന് യുദ്ധത്തിൽ നിന്ന് അയാളുടെ മനസ്സിൽ യുദ്ധത്തിൻ്റെ എല്ലാ സങ്കല്പങ്ങളും മനസ്സിൽ നിന്ന് പോയി. അപ്പോൾ യുദ്ധത്തിൽ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് പിന്മാറി കിട്ടണം. അതിന് അപ്പോൾ കൃഷ്ണനോട് പറയാണ്, ഈ കർമ്മത്തിനൊക്കെ പറ്റിയിട്ടല്ലേ, ജ്ഞാനത്തിനൊക്കെ പറ്റിയിട്ട് വളരെ ഭംഗിയായി പറഞ്ഞുല്ലോ ഭഗവാനെ. അപ്പോൾ ജായസി ചേത് കർമ്മണസ്തേ മതാ ബുദ്ധിർ ജനാർദ്ദന തത്യം കർമ്മണി ഘോരേ മാം നിജോയസി കേശവ. പറയാൻ ഇത്രയും കർമ്മത്തിനൊക്കെ പറ്റി, ഈ ജ്ഞാനത്തിനെ പറ്റി വളരെ നന്നായി ജ്ഞാനം ചെയ്തിട്ടുണ്ടെങ്കിൽ വളരെ ശ്രേഷ്ഠകരമാണ്, കർമ്മത്തിനേക്കാളൊക്കെ ശ്രേഷ്ഠകരമാണ് ജ്ഞാനം എന്നൊക്കെ പറഞ്ഞല്ലോ. അപ്പോൾ ഒരു കാര്യം ചെയ്യുക,
അപ്പോൾ നമുക്ക് ഈ കർമ്മം ഇത്രയും വലിയ ക്രൂരമായ യുദ്ധമില്ല, അതങ്ങോട്ട് മാറ്റി നിർത്തി ഞാൻ ഈ കർമ്മം, ഈ ജ്ഞാനം, ഈ പുസ്തകം എന്ത് വേണമെങ്കിലും പഠിക്കാൻ എനിക്ക് യാതൊരു ബുദ്ധിമുട്ടില്ല. ഞാൻ വളരെയധികം പഠിക്കാനോ എന്താ വെച്ചാൽ ജ്ഞാനത്തിലൂടെ മുന്നോട്ട് പോവാം. അങ്ങനെയാണെങ്കിൽ ഈ യുദ്ധം ഒഴിവാക്കാലോ എന്നാണ് പറയുന്നത്. അപ്പം അതുപോലെ ഭഗവാന്റെ അടുത്ത് വളരെ ചെറിയ കുട്ടിയുടെ പോലെയാണ് ആര് പെരുമാറുന്നത്, അർജുനൻ പെരുമാറുന്നത്. അങ്ങനെ പറയാം. അങ്ങ് അത് കഴിഞ്ഞ് പിന്നെ പറഞ്ഞപ്പോൾ ഭഗവാൻ പറയാണ് പല കാര്യങ്ങൾ പറഞ്ഞ് ഭഗവാൻ മോഹിപ്പിക്കുകയാണ്. അപ്പം യഥാർത്ഥത്തിൽ ഞാൻ എന്താണ് ചെയ്യേണ്ടത് കൃഷ്ണ? അപ്പോൾ ആകെ ഇതായി എന്താണ് ചെയ്യേണ്ടത്, ഏതാണ് ചെയ്യേണ്ടത് എന്നുള്ളത് ഭഗവാൻ പറയുന്നത് പലതരം അങ്ങോട്ട് മാറ്റി പറയണ പോലെയൊക്കെ തോന്നുന്നു. ആർക്ക്? അർജുനന്. ലോകസ്മിൻ ദിവിധാനിഷ്ഠ പുരാ പ്രോക്ത മയോനക ജ്ഞാനയോഗേന സംഖ്യാനാം കർമ്മയോഗേന യോഗിനാം. അപ്പോൾ 2 തരം നിഷ്ഠയാണുള്ളത്. ഒന്ന് ബ്രഹ്മനിഷ്ഠ, അത് സന്യാസയോഗത്തിലാണ് പറയണത്. അതുപോലെ തന്നെ കർമ്മനിഷ്ഠ, ഗൃഹസ്ഥനായിട്ടാണ് ഈ കർമ്മയോഗം ചെയ്യുന്നത്. അപ്പോൾ ഗൃഹസ്ഥനായി നിന്നുകൊണ്ട് എല്ലാം കർമ്മം എല്ലാം ഉപേക്ഷിച്ചുകൊണ്ട് നമ്മൾ ധ്യാനം എല്ലാം ചെയ്തുകൊണ്ട് ഈശ്വരനെ പ്രാപിക്കാം, മുക്തി പ്രാപിക്കാം. അപ്പോൾ അതുപോലെ തന്നെ നമ്മുടെ ഗൃഹസ്ഥനായിക്കൊണ്ട് ഗൃഹസ്ഥത്തിലിരുന്നു കൊണ്ട് നമ്മൾ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് കർമ്മപ്രാപ്തി, മുക്തി നേടാം. അപ്പോൾ അങ്ങനെ ഒരു മുക്തി നേടാൻ നമ്മുടെ കർമ്മം ചെയ്തുകൊണ്ടും ഗ്രഹത്തിലിരുന്നു കൊണ്ടും നമുക്ക് ചെയ്യാൻ സാധിക്കുമെങ്കിൽ അതാണ് ഏറ്റവും ശ്രേഷ്ഠമായതാണെന്ന് എല്ലാവരും കരുതുന്നത്. അപ്പോൾ കർമ്മം നമുക്ക് ചെയ്യാം, എല്ലാം കുടുംബമായിട്ട് എല്ലാവരും കൂടിക്കാഴ്ചയൊക്കെ നടത്താം, സംസാരിക്കാം. അതോടൊപ്പം തന്നെ കർമ്മജ്ഞാനങ്ങളുണ്ടാക്കാം. ആ കർമ്മം ചെയ്തുകൊണ്ട് തന്നെ നമുക്ക് മുക്തി നേടാം. അങ്ങനെയാണ് ഇതിൽ പറയുന്നത്. അപ്പോൾ ഇതിൽ പറയുന്നത് 2 വിധത്തിലുള്ള അനുഷ്ഠാനങ്ങൾ ഇത് വേദത്തിലൂടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു എന്നാണ് പറയണത്. അപ്പോൾ ഈ കർമ്മനിഷ്ഠയും ബ്രഹ്മനിഷ്ഠയും വേദത്തിലൂടെ ഉപദേശിക്കപ്പെട്ടിരിക്കുന്നു എന്ന് പറഞ്ഞു. അതുപോലെ തന്നെ നമ്മൾ കർമ്മം ചെയ്യുന്നില്ല. ഒരാൾ പറയണ് ഞാൻ ഒരു കർമ്മം ചെയ്യുന്നില്ല, മിണ്ടാതെ ഇരിക്കുകയാണ്, പക്ഷേ ഞാനൊരു കർമ്മം ചെയ്യുന്നു, പക്ഷേ എനിക്ക് ആകെ ദുരിതങ്ങളാണ് എനിക്ക് വരുന്നത്. എന്താണ്? അദ്ദേഹം കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയുന്നുണ്ടെങ്കിലും മനസ്സുകൊണ്ട് കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. ഇപ്പോൾ അയാൾക്ക് ദേഷ്യമുള്ള ഒരാളുണ്ടായിരിക്കും, അയാളെ നാളെ പോയി വെട്ടിക്കൊല്ലും എന്നൊക്കെ മനസ്സിൽ പറയും, അല്ലെങ്കിൽ അയാൾ ഉപദ്രവിക്കും. ഇതൊക്കെ മനസ്സിൽ ചിന്തിക്കണ്, പറഞ്ഞുകൊണ്ടിരിക്കണ്, പ്രവർത്തിക്കുന്നില്ല, ശരീരം കൊണ്ട് ചേഷ്ടിക്കുന്നില്ല. പക്ഷേ ഇയാളുടെ മനസ്സിൽ ഇത്തരം കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യാനുള്ള പ്ലാനുകളും എല്ലാതും മനസ്സിലുണ്ട്. പക്ഷേ അയാൾക്ക് ചെയ്യാനുള്ള എന്താ വെച്ചാൽ ഇതൊക്കെ പാപങ്ങളല്ലേ എന്നൊക്കെ വിചാരിച്ച് അത് ചെയ്യുന്നില്ല. അപ്പോൾ ഇതൊക്കെ മനസ്സിലിരിക്കും കാലത്തോളം നമ്മൾ കർമ്മം ചെയ്തില്ലെങ്കിലും ഇത് കർമ്മം ചെയ്ത ഒരു ഫലമായിട്ട് അങ്ങനെ വരിക. അപ്പം മനസ്സിൽ നിന്ന് ഈ കർമ്മം മുഴുവനും കർമ്മങ്ങൾ, അതായത് പാപകർമ്മങ്ങൾ, ഈ രജോ ഗുണങ്ങൾ, ഇതെല്ലാതും പോയി കഴിഞ്ഞാൽ മാത്രമാണ് ആ കർമ്മത്തിൽ നിന്നും ശരിക്കുള്ള ആ മോചനം കിട്ടുകയുള്ളൂ. അപ്പോൾ കർമ്മം ചെയ്യുന്നില്ല എന്ന് നമുക്ക് ഒരിക്കലും പറയാൻ പറ്റില്ല. നമ്മൾ ഇരിക്കുക, നിൽക്കുക, ശ്വസിക്കുക, ഭക്ഷണം കഴിക്കുക, ഇതെല്ലാം ചിന്തിക്കുക, ഇതെല്ലാം തന്നെ കർമ്മങ്ങളാണ്. അതുകൊണ്ട് ഒരു മനുഷ്യൻ കർമ്മം ചെയ്യുന്നില്ല എന്ന് നമുക്ക് പറയാൻ സാധിക്കുകയില്ല. അപ്പം നമ്മൾ കർമ്മം ചെയ്തുകൊണ്ടേയിരിക്കുകയാണ് ചെയ്യുന്നത്. യസ്തിന്ദ്രിയാണി മനസാ നിയമ്യാപരതേർജുന കർമ്മേന്ദ്രിയൈ യോഗമസ്ത സവിശിഷ്യതേ. അപ്പോൾ മനസ്സെപ്പോഴും കർമ്മം ചെയ്യുമ്പോൾ എങ്ങനെയാണ് വേണ്ടതെന്ന് പറയുന്നത്, മനസ്സെപ്പോഴും ലക്ഷ്യസ്വരൂപത്തിൽ ലയിച്ചും രമിച്ചും ഇരിക്കണം എന്നാണ് പറയുന്നത്. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്യുന്നു, മറ്റ് പല സ്ഥലത്തും പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് നമ്മൾ കർമ്മം ചെയ്യുന്നു പറയുമ്പോൾ ആ കർമ്മത്തിന് ശരിക്കുള്ള ഒരു ഫലപ്രാപ്തി കിട്ടുന്നില്ല. ആ കർമ്മം ചെയ്യുമ്പോൾ നമ്മളെങ്ങനെ വേണം? നിഷ്കാമമായ കർമ്മം ചെയ്യണം. മനസ്സിലായില്ലേ? എല്ലാതും ഫലം ഇച്ഛിക്കാതെ നമ്മൾ കർമ്മം ചെയ്യണം. അപ്പോൾ അല്പം പോലും ബന്ധമില്ലാത്ത രീതിയിൽ നമുക്ക് കർമ്മം ചെയ്യാൻ സാധിക്കും. അങ്ങനെയുള്ള കർമ്മങ്ങളാണ് ഈ മോക്ഷപ്രാപ്തിക്കും മുക്തിക്കും ഒക്കെ കാരണമായി തീരുന്നത്. അപ്പോൾ നമ്മൾ കർമ്മം ചെയ്ത പല കർമ്മങ്ങളും, ആൾക്കാർ ഇഷ്ടംമാതിരി കർമ്മമുണ്ട്, കർമ്മം ചെയ്യാത്ത ആൾക്കാരുണ്ടോ? നിത്യം എപ്പോഴും കർമ്മം ചെയ്തുകൊണ്ടിരിക്കുക. അത് ശരിയായ കർമ്മങ്ങളല്ല എന്ന് മാത്രം, പലതരത്തിലുള്ള ദുഷ്കർമ്മങ്ങളും അതൊക്കെ മനസ്സിലിരുന്ന് ചിന്തിക്കുന്നത് പോലും കർമ്മം ദുഷ്കർമ്മങ്ങളായി മാറുകയാണ്. അപ്പോൾ പ്രവർത്തിക്കുന്നില്ല എന്ന് പറഞ്ഞതുകൊണ്ട് ഞാൻ ദുഷ്കർമ്മം ചെയ്യുന്നില്ല എന്ന് പറയാൻ സാധ്യമല്ല. എന്താ കാരണം? ആ ചിന്തിക്കുന്നത് തന്നെ നമ്മുടെ മനസ്സിൽ ആ കർമ്മം ഉത്ഭവിച്ചു, നമ്മുടെ മനസ്സിൽ ആ കർമ്മം ഉത്ഭവിച്ചു. അപ്പം തന്നെ അത് നമ്മൾ പ്രവർത്തിക്കുന്നില്ല എന്നുള്ളൊരു കാരണം കൊണ്ട് നമ്മൾ ആ കർമ്മം ചെയ്തില്ല എന്നുള്ളതില്ല, അതിൻ്റെ ഫലമൊക്കെ നമ്മൾ അനുഭവിക്കുക. അങ്ങനെയാണ് പല ആൾക്കാർക്കും അങ്ങനെ
കർമ്മം ചെയ്യുന്നില്ല, ദുഷ്കർമ്മങ്ങളൊന്നും ചെയ്യുന്നില്ല, ഞാൻ വളരെ സത്യവാനായ ആളാണ്, നല്ല കാര്യങ്ങൾ മാത്രമേ ചെയ്യുള്ളൂ, ഇരിക്കൂ നോക്കൂ, ഞാൻ എപ്പോഴെങ്കിലും ഒരു ചീത്ത വർത്തമാനം പറയുന്നത് കേൾക്കുന്നുണ്ടോ? അപ്പോൾ ദേഷ്യമുള്ള ആളപ്പുറത്ത് കൂടെ പോകുമ്പോൾ മനസ്സിൽ ഈ അശ്ലീലമായ സംസാരങ്ങൾ പറയുന്നുണ്ടായിരിക്കും. നമ്മളറിയില്ല, അയാളും അറിയുന്നില്ല, പക്ഷേ ഇയാൾ മനസ്സിലാണ് പറയുന്നുള്ളൂ. അതുകൊണ്ട് ഇയാളെ കാണുമ്പോൾ നല്ല ആളാണെന്ന് നമുക്ക് തോന്നുക, പക്ഷേ ഇയാളുടെ മനസ്സിൽ ഇങ്ങനത്തെ ചീത്ത സങ്കല്പം, അശുഭ സങ്കല്പങ്ങളെല്ലാം ഉണ്ടാവും. അപ്പോൾ അത് ഇദ്ദേഹം മറ്റുള്ളവരോട് പറയണില്ല. പറയുമോ ഇങ്ങനെ ഒരു പൊട്ട കാര്യം ചിന്തിച്ചു എന്നുള്ളത് വേറെ ആരോടും പറയില്ല. പക്ഷേ ആൾ കാണുമ്പോൾ അയാൾ വളരെ ഡീസൻ്റ്, എത്രയും മാന്യമായ മനുഷ്യൻ, ഒരു വിഷയമില്ല. പക്ഷേ അയാൾക്ക് എപ്പോൾ നോക്കിയാലും ദുരിതം മാത്രമാണ് അയാൾക്കുള്ളത്. അപ്പോൾ അതിലെന്തോ ഒരു പ്രശ്നമുണ്ട് എന്ന് വരുമ്പോൾ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങളൊക്കെ അതിൻ്റെ പിന്നിൽ ഉണ്ടായിരിക്കും. അപ്പോൾ അർജുനോട് പറയണത് എന്താണ്? കർമ്മം ചെയ്യുമ്പോൾ പലതരത്തിലുള്ള കർമ്മങ്ങളുണ്ട്. അപ്പോൾ കർമ്മം ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിൽ ഫലം പ്രതീക്ഷിച്ചു കൊണ്ടുള്ള കർമ്മങ്ങൾ ചെയ്യരുത്. ഈശ്വരെങ്കിൽ പൂർണ്ണമായ വിധം അർപ്പിച്ച് ഭഗവത് പ്രീതിയെ മാത്രം ലക്ഷ്യമാക്കിയിട്ട് നമ്മൾ ചെയ്യുന്ന ആ കർമ്മമാണ് സൽക്കർമ്മമായി വരുന്നത്. അങ്ങനെ വരുന്ന സൽക്കർമ്മങ്ങൾ യജ്ഞങ്ങളായി വരുന്നു. യജ്ഞങ്ങൾ പറയുന്നത് നമ്മൾ വേറെ ഒരു പൂജ ചെയ്തു, എനിക്കൊരു ബലപ്രാപ്തി ഉണ്ടാവാൻ വേണ്ടി ഒരു പൂജ ചെയ്തു, അപ്പോൾ അതിനൊന്നും യജ്ഞങ്ങളെന്ന് പറയാൻ പറ്റില്ല. നമ്മൾ ഈശ്വരന് പൂജ ചെയ്യുക ഒന്നും നമ്മൾ കേൾക്കുന്നില്ല. ഈശ്വരനെ എന്നും ഭജിക്കുന്നു, കൃഷ്ണ, ഗുരുവായൂരപ്പ, നാരായണ എന്നൊക്കെ പറഞ്ഞ് പുഷ്പങ്ങളൊക്കെ അർപ്പിച്ചുകൊണ്ട് പൂജ ചെയ്യുന്നു. നമ്മളൊന്നും ചെയ്യുന്നില്ല, എനിക്കൊരു കാറ് മേടിക്കണം അല്ലെങ്കിൽ ഒരു വീട് വയ്ക്കണം, ഒന്നും പ്രാർത്ഥിക്കണില്ല. ഭഗവാനോട് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മൾ പൂജ മാത്രം ചെയ്യണം. അതാണ് നിഷ്കാമകർമ്മം. നിഷ്കാമകർമ്മം ചെയ്യുമ്പോൾ നമ്മളൊന്നും ചോദിക്കാതെ ചെയ്യുമ്പോൾ ഭഗവാൻ തരും. ഇപ്പോൾ പല ആൾക്കാർ ഭിക്ഷക്കാരൊക്കെ ഇരിക്കുന്ന പല ആൾക്കാരൊക്കെ ഇരിക്കുന്നുണ്ടാവും. അവരൊക്കെ ചിലവർ വന്നിട്ട് കൈ കാണിക്കുകയൊക്കെ ഇപ്പോഴൊന്നുമില്ല, പണ്ടൊക്കെ ഇവിടെ നിറച്ച് ഇഷ്ടം പോലെ ഉണ്ടായിരുന്നു. അപ്പോൾ അവരൊക്കെ ചില ആൾക്കാർ പാവം പോലെ ഇരിക്കുന്നുണ്ടാവും, ഒന്നും ചോദിക്കുന്നില്ല, ആരെയും തന്നങ്ങോട്ട് മേടിക്കാന്നുള്ള തരത്തിൽ. അപ്പോൾ എല്ലാവരും വരുന്ന ആൾക്കാരുടെ അടുത്ത് കൊടുത്ത് നോക്കുമ്പോൾ അവിടെ ഈ ഭിക്ഷാനെ കൊടുക്കാൻ വേണ്ടിയിട്ട് വഴിപാട് കൊടുക്കുന്ന ആൾക്കാരുണ്ടായിരിക്കും. അന്ന് അങ്ങനെയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുണ്ട്. അപ്പോൾ അവർ പാവമായിട്ടിരിക്കുന്ന ആൾക്കാർക്ക് പോയിട്ട് കുറച്ച് കൂടുതൽ കാശ് കൊടുക്കും. അപ്പോൾ അതെന്താ വെച്ചാൽ അവനൊന്നും ചോദിക്കണില്ല, കിട്ടിയെങ്കിൽ കിട്ടി, അത്ര മതി എന്നുള്ള ഒരു ഇത് മാത്രമേ ഉള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാൻ നമ്മൾക്ക് ചോദിക്കാതെ തന്നെ ഭഗവാൻ എല്ലാ കാര്യവും അറിയും. നമ്മുടെ എല്ലാ ബയോഡേറ്റും ഭഗവാന്റെ കയ്യിലുണ്ട്. എന്തൊക്കെയാണ് ആവശ്യം, ഇന്ന ആളുടെ പേര് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ എല്ലാ കാര്യങ്ങളും, ഇയാൾക്ക് എന്താണ് ആവശ്യം, ഇയാളുടെ പ്രസൻറ്റ് സ്ഥിതി എന്താണെന്നുള്ളതൊക്കെ ഭഗവാൻ അറിയാം. അപ്പോൾ അവർക്ക് എന്താണ് കൊടുക്കേണ്ടതെന്നറിയും. നമ്മൾ ചെയ്യേണ്ടത് ഒന്ന് മാത്രമേ ഉള്ളൂ, നിഷ്കാമമായ കർമ്മം നമ്മൾ ചെയ്യാം. ആ കർമ്മം ചെയ്യുമ്പോൾ അതിന് ഫലം നമ്മൾ ഇച്ഛിക്കണ്ട. ആ ഫലം നിങ്ങൾക്ക് കിട്ടും, ഇന്നല്ലെങ്കിൽ നാളെ കിട്ടും, അത് ഭഗവാൻ തന്നിരിക്കും. അപ്പം നമ്മൾ ചെയ്യുന്ന കർമ്മം നിഷ്കാമ കർമ്മമായി ചെയ്താൽ 2 ഗുണമാണുള്ളത്. നമുക്ക് മുക്തി കിട്ടും ചെയ്യും, ഭഗവാൻ തരാനുള്ള കാര്യങ്ങൾ നമുക്ക് അനുവദിച്ചു തരും ചെയ്യും. മറ്റ് നമ്മൾ ഓരോന്ന് കാമിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ആ കർമ്മം വരുമ്പോൾ നമുക്ക് അത് കിട്ടുന്നു, ആ പൂജ ചെയ്യുന്നു, ആ എന്തിനു വേണ്ടി പൂജ ചെയ്യുന്നു, ആ കർമ്മം കിട്ടുന്നു, മുക്തിക്ക് അത് പാത്രമായി തീരുന്നില്ല. അപ്പം നമ്മൾ ഈ ഇപ്രകാരമുള്ള കർമ്മങ്ങൾ ചെയ്യുമ്പോൾ ഭഗവാൻ എല്ലാം കണ്ടറിഞ്ഞു. അതാണ് ഭഗവാന്റെ പ്രത്യേകത. ഇഷ്ടാൻ ഭോഗാൻ ഹിവോ ദേവോ ദാസ്യന്തേ യജ്ഞ ഭാവിത തൈർധാത്താന പ്രദായേഭ്യോ യോ ഭുക്തേ സ്ഥേനയേവസ. യജ്ഞങ്ങളെ കൊണ്ട് നമ്മൾ പല യജ്ഞങ്ങളും ചെയ്തുകൊണ്ട് ദേവന്മാരെ പ്രീതിപ്പെടുത്തുന്നു. അപ്പോൾ പ്രീതിപ്പെടുത്തുമ്പോൾ ദേവന്മാർ സന്തുഷ്ടരാകുന്നു. ദേവന്മാർ സ്വർഗീയ വിഭവങ്ങളെ കൊണ്ട് നമ്മുടെ ഭൂമിയെ സമ്പുഷ്ടമാക്കുക ചെയ്യുന്നു. നമുക്ക് ആവശ്യത്തിനുള്ള മഴ ലഭിക്കണം. മഴ ലഭിച്ചു കഴിഞ്ഞാൽ സസ്യങ്ങളുണ്ടാവും, ധാന്യങ്ങളുണ്ടാവും. സസ്യങ്ങൾ വളർന്നു കഴിഞ്ഞാൽ അവിടെ പലതരത്തിലുള്ള ധാന്യങ്ങൾ വിളയും. അങ്ങനെ കൃഷിയാണല്ലോ, കൃഷി എന്നാണല്ലോ എല്ലാ വിഭവങ്ങളും എല്ലാതും ഉണ്ടാവുന്നത്. അതുണ്ടായി അങ്ങനെ നമ്മുടെ രാജ്യം തന്നെ സമ്പൽ സമൃദ്ധിയായി മാറുക ചെയ്യണത്. അപ്പോൾ സമ്പൽ സമൃദ്ധിയായി മാറി വരുമ്പോൾ നമ്മൾ ആ യജ്ഞങ്ങൾ ഇങ്ങനെ സമ്പൽ സമൃദ്ധി വരുമ്പോൾ നമ്മൾ ആ യജ്ഞങ്ങൾക്ക് ഇതിൻ്റെ ഫലം നമുക്ക് തന്ന ഈ ഫലങ്ങൾ തന്ന ആ ദേവനെ നമ്മൾ സ്മരിക്കാതെ നമ്മൾ അതെല്ലാം ഭക്ഷിക്കുമ്പോൾ അതിൽ പാപം കൂടി ഭക്ഷിക്കുന്നു പറഞ്ഞു. അതിന് തസ്കരത്വം എന്ന് പറയുന്നു പറഞ്ഞു. അപ്പോൾ അതെല്ലാം നമ്മൾ സ്വർഗീയ ഈ വിഭവങ്ങളെ കൊണ്ട് അവരെ പ്രണമിച്ചുകൊണ്ട് ഇതെല്ലാം നമുക്ക് ഭഗവാൻ ദേവന്മാർ അത് നമുക്ക് അനുവദിച്ചു തരിക ചെയ്യുന്നത്. അനുവദിച്ചു തരുമ്പോൾ അവരെ അത് യജ്ഞത്തിലൂടെ അവരെ അത് പ്രസാദിപ്പിക്കേണ്ട ഒരു ചുമതല കൂടി നമുക്കുണ്ട്. അതില്ലാതെ നമ്മൾ തനിച്ച് നമ്മളിത് കഴിക്കുമ്പോൾ
അവർക്ക് കൊടുക്കാതെ കഴിക്കുമ്പോൾ അത് തസ്കരത്വം എന്ന ഒരു സ്വഭാവം നമ്മളിലുള്ളതായി വരുന്നു. നമുക്ക് അതിൻ്റെ പാപത്തിൻ്റെ അംശം, നമ്മൾ ഭക്ഷിക്കുന്നത് പാപം കൂടിയാണെന്നുള്ള പറയണത്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ, അങ്ങനെ ആ യജ്ഞത്തോടൊപ്പം ദേവന്മാർ നമ്മുടെ ഭൂമിയെ സമ്പുഷ്ടമാക്കി വരുമ്പോൾ, ആ യജ്ഞം ഇത് സമ്പുഷ്ടമാക്കി ആ ദേവന്മാരെ കൂടി പ്രസാദിപ്പിക്കാൻ എന്താ, ദേവന്മാർ ഇതെല്ലാം എടുത്ത് കൊണ്ടുപോകണമെന്നില്ലല്ലോ, അവരെ ഒന്ന് സ്മരിച്ച് തൊഴുത് അത് നമ്മൾ വേണ്ടോ. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങൾ വളരെ അധികം ഗുണം ചെയ്യുമെന്നാണ് പറയണത്. അത് സൽക്കർമ്മങ്ങളിലേക്ക് ഉൾപ്പെടുന്നതാകും. അന്നാദ്ഭവന്തി ഭൂതാനി പർജന്യാദാന്ന സംഭവ യജ്ഞാദ്ഭവതി പർജന്യോ യജ്ഞകർമ്മ സമുദ്ഭവ കർമ്മ ബ്രഹ്മേദ്ഭവം വിദ്ധി ബ്രഹ്മാക്ഷര സമുദ്ഭവം തസ്മാത് സർവഗതം ബ്രഹ്മ നിത്യം യജ്ഞേ പ്രതിഷ്ഠിതം. അപ്പോൾ ജീവജാലങ്ങൾ ഇതൊക്കെ ഉണ്ടാകുന്ന അവരുടെ മാതാപിതാക്കളിൽ നിന്ന് അവർ ഭക്ഷണമൊക്കെ കഴിച്ച് അവരിൽ നിന്നിങ്ങനെ മക്കളുണ്ടാകുന്നു. ഈ ഇതെല്ലാം മഴ പെയ്യുമ്പോൾ അതിൽ നിന്ന് സസ്യങ്ങൾ വളർന്ന് ഇടതൂർന്ന് വളർന്ന് സസ്യങ്ങൾ ധാന്യങ്ങളെല്ലാതും സമ്പൽ സമൃദ്ധിയായിട്ട് വരുന്നു. ഈ മഴയുണ്ടാകുന്നത് എങ്ങനെയാണ്, എന്തെന്നാണ്? ഈ യജ്ഞങ്ങളിൽ നിന്നാണ് മഴയുണ്ടാകുന്നത്. നല്ല യജ്ഞങ്ങൾ ചെയ്യുമ്പോൾ അതിൽ നിന്ന് സന്തുഷ്ടരായിട്ടാണ് ഈ മഴ ഉണ്ടാകുന്നത്. യജ്ഞമുണ്ടാകുന്നത് കർമ്മത്തിൽ നിന്നാണ്. അപ്പോൾ സൽക്കർമ്മങ്ങളെല്ലാം ചെയ്യുമ്പോൾ അതിന് യജ്ഞം ഉണ്ടാകുന്നു. ഈ കർമ്മം ഉണ്ടാകുന്നത് എവിടെ നിന്നാണ്? ശബ്ദബ്രഹ്മമാകുന്ന വേദത്തിൽ നിന്നാണെന്ന് ഈ കർമ്മം ഉണ്ടാകുന്നത്. അപ്പോൾ വേദം ഈ പരബ്രഹ്മ പോലെ എങ്ങും എല്ലായിടത്തും വ്യാപിച്ച് കിടക്കണ് പറയുന്നില്ല. ബ്രഹ്മമില്ലാത്ത സ്ഥലമില്ല എന്ന് പറഞ്ഞ മാതിരി തന്നെ ഈ വേദം എല്ലായിടത്തും, വേദം ഭഗവാന്റെ ആ ശബ്ദം ആണത്. അപ്പോൾ ആ എല്ലായിടത്തും വേദത്തിൻ്റെ എല്ലാ ഭാഗത്തും എല്ലായിടത്തും നിറഞ്ഞു നിൽക്കുകയാണ്. അപ്പോൾ അതിനനുസൃതമായി നമ്മൾ ജീവിച്ചു പോകുമ്പോൾ ഈ കർമ്മത്തിൽ നല്ല സൽക്കർമ്മങ്ങൾ ചെയ്യാൻ നമുക്ക് യോഗമുണ്ടാവും. ആ മുക്തിക്ക് വേണ്ടി നമുക്ക് ഏത് തരത്തിലുള്ള കർമ്മം ചെയ്യണം എന്നുള്ള ആ ബോധം നമുക്കുണ്ടാവും. അപ്പോൾ നമ്മൾ ആ കർമ്മം ചെയ്യാൻ തുടങ്ങും. ഏവം പ്രവർത്തിതം ചക്രം നാനുവർത്തീയ അഘായുരേന്ദ്രിയോ രാമോ മോഹം പാർത്ത സജീവതി. ഇങ്ങനെ പ്രവർത്തിച്ചിരിക്കുന്ന ഭഗവാൻ പറയുന്ന ഈ ചക്ര കർമ്മമുണ്ട്. ഇതിലൂടെ കടന്നു പോകുമ്പോൾ എല്ലാവർക്കും എന്തുണ്ടാവും? മോക്ഷപ്രാപ്തിക്ക് എത്താൻ പറ്റും. അല്ലെങ്കിൽ ശബ്ദാദി ഇന്ദ്രിയാദി വിഷയങ്ങളിൽ നമ്മൾ അകപ്പെട്ടു പോകും. അകപ്പെട്ടു പോയാൽ ഒരിക്കലും നമുക്കന്ന് കരകയറാൻ പറ്റില്ല. അങ്ങനെ നമ്മൾ ജീവൻ സുഖവാനായിട്ട് ജീവിക്കണം നമുക്ക് തോന്നും. യഥാർത്ഥത്തിൽ ആ ജീവന് ഒരു സുഖം അനുഭവിക്കാൻ കഴിയുന്നില്ല, ഒരു ആത്മസുഖം കിട്ടുന്നില്ല. അങ്ങനെ നമ്മുടെ ജന്മം തന്നെ നിഷ്പ്രയോജനമായി മാറുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഏതൊരു മനുഷ്യൻ അവൻ്റെ ആത്മാവിൽ തന്നെ ആനന്ദിക്കുക, അങ്ങനെ ആ ആത്മാവിൽ തന്നെ സന്തോഷിച്ചിരിക്കുന്നവനുമായ ഒരു മനുഷ്യന് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല. അപ്പോൾ അത് ജ്ഞാനമാണ് അവിടെ പ്രധാനം. ജ്ഞാനം ചെയ്യുന്ന ഒരാൾക്ക് പിന്നെ കർമ്മത്തിൻ്റെ ആവശ്യമില്ല എന്ന് പറയും. അപ്പോൾ ആത്മാവിലാണ് അദ്ദേഹത്തിൻ്റെ ആനന്ദം മുഴുവനും ആത്മാവിലാണ്. ആത്മാവിൽ ആനന്ദിക്കുന്നു, ആത്മാനുഭൂതി കൊണ്ട് തന്നെ സംതൃപ്തനാകുന്നു, ആത്മാവിൽ തന്നെ എല്ലാ സന്തോഷം കണ്ടെത്തുന്നു. അദ്ദേഹത്തിന് ചെയ്യേണ്ടതായിട്ട് ഒന്നുമില്ല എന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ കർമ്മം ചെയ്യുന്നവനായിട്ട് വരുമ്പോൾ ഇത്തരത്തിൽ പറ്റില്ല. അപ്പോൾ കർമ്മം ചെയ്യുന്നവനാണെങ്കിൽ സൽക്കർമ്മങ്ങൾ ചെയ്യണം. അപ്പോൾ ആത്മജ്ഞാനിക്ക് ഇവിടെ ലോകത്തിൽ എന്തെങ്കിലും കർമ്മം ചെയ്തുകൊണ്ട് പ്രത്യേകിച്ചൊരു പ്രയോജനമില്ല. ആത്മജ്ഞാനം സന്യാസിക്ക് വേറെ കർമ്മങ്ങൾ ചെയ്യേണ്ട ആവശ്യമില്ല. അതുകൊണ്ട് വല്ല പ്രത്യേകിച്ച് പ്രയോജനമില്ല. അദ്ദേഹത്തിൻ്റെ ആ യോഗം കർമ്മയോഗം ഈ സന്യാസ യോഗമാണ്, ജ്ഞാനമാണ് അവിടെ ഉണ്ടാക്കിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ടാണ് ആ മോക്ഷപ്രാപ്തി കിട്ടുന്നത്. അപ്പോൾ ഇവിടെ പറയുന്നത് കർമ്മം കൊണ്ട് മോക്ഷം ലഭിക്കുന്നു. അപ്പോൾ കർമ്മയോഗം കൊണ്ട് മോക്ഷം ലഭിക്കുന്നു. അപ്പോൾ പലർക്കും ഇതുണ്ട്, കർമ്മമല്ലേ ചെയ്യുന്നത്, ഇതുകൊണ്ട് ഇപ്പോൾ മോക്ഷം ചെയ്യണമെങ്കിൽ കാട്ടിൽ പോയി തപസ് ചെയ്ത് അങ്ങനെ വളരെയധികം കഷ്ടപ്പെട്ട് അങ്ങനെ വന്നാൽ മാത്രം മോക്ഷം കിട്ടുള്ളൂ എന്ന് പറയും. അപ്പോൾ കർമ്മയോഗം കൊണ്ട് കർമ്മം ശരിക്ക് ആചരിച്ചാൽ, യഥാവിധി ആചരിച്ചാൽ നമുക്ക് മോക്ഷം കിട്ടുമെന്നുള്ളതിന് തീർച്ചയാണ്. അതിന് എന്ത് വേണം? ഫലപ്രാപ്തിയില്ലാതെ, ഫലാസക്തി കൂടാതെ നമ്മൾ കർമ്മം ആചരിച്ചു വന്നു കഴിഞ്ഞാൽ തീർച്ചയായും ആ വ്യക്തിക്ക് മോക്ഷം ലഭിക്കും എന്നാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ അതിന് ഭഗവാൻ പറയണത് കർമ്മേണ വഹി സംസിദ്ധിമാസ്ഥിത ജനകാദയ ലോകസംഗ്രഹമേവാപി സംപശ്യൻ കർത്തുമർഹസി. ജനകൻ മുതലായ രാജാക്കന്മാർ, അവരൊക്കെ മഹാരാജാക്കന്മാരാണ്. അവരെല്ലാം കർമ്മയോഗം, അവർ രാജാക്കന്മാരാണ്, അതുപോലെ തന്നെ ഭയങ്കര കർമ്മയോഗികളാണ്.
ആ കർമ്മം ചെയ്തുകൊണ്ട് ഒപ്പം രാജ്യം ഭരിക്കുന്നു, പ്രജകളെ നോക്കുന്നു, എല്ലാ കാര്യങ്ങളും ചെയ്യുന്നു. ഒപ്പം തന്നെ ആ കർമ്മം ചെയ്തുകൊണ്ട് അതിൽ സൽക്കർമ്മങ്ങൾ ചെയ്ത് ഫലേച്ഛ കൂടാതെ അവർ കർമ്മം ചെയ്തുകൊണ്ട് അവരൊക്കെ മോക്ഷപ്രാപ്തി നേടുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഈ കർമ്മം കൊണ്ട് മോക്ഷപ്രാപ്തി കിട്ടുന്നു. അപ്പോൾ കർമ്മം വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇനി ശ്രേഷ്ഠനായ പല ആൾക്കാരും, അറിവുള്ള ആൾക്കാരുണ്ടായിരിക്കും. എല്ലാവർക്കും നല്ല അറിവുണ്ടാവണമെന്നില്ല. അപ്പോൾ നമ്മളെക്കാൾ വളരെ അറിവുള്ള ആൾക്കാരുണ്ടായിരിക്കും. അപ്പോൾ നമ്മളെന്ത് ചെയ്യും? അവർ ചെയ്യുന്ന ആചരണങ്ങൾ നമ്മൾ മനസ്സിലാക്കും. അത് അറിവുള്ള ആളാണല്ലോ, അദ്ദേഹം ചെയ്യുന്നു, അത് അതുപോലെയാണ് ചെയ്യേണ്ടത് എന്ന് നമ്മൾ മനസ്സിലാക്കി അതുമാതിരി ആ കർമ്മം ചെയ്യും. പക്ഷേ അങ്ങനെ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന ആചാര്യൻ എന്ത് വേണം? പിന്നാലെ വരുന്ന ആൾക്കാർ മറ്റുള്ള ആൾക്കാർ അറിവില്ലാത്ത ആൾക്കാരാണ്. പക്ഷേ ഈ ആചാര്യൻ അറിവുള്ള ആളാണെന്ന് ധരിച്ചിട്ടാണ് അദ്ദേഹം ചെയ്യുന്നതെല്ലാം ശരിയാണെന്ന് ധരിച്ചുകൊണ്ടാണ് പാവപ്പെട്ട എല്ലാവരും പിന്നാലെ അദ്ദേഹം ചെയ്യുന്ന കർമ്മങ്ങൾ ചെയ്ത് വരുന്നത്. അപ്പോൾ ഇവർ കൃത്യമായ കർമ്മം ചെയ്യണം. ഈ ആചാര്യൻ കൃത്യമായ കർമ്മം ചെയ്താൽ ആ കൂടെ ചെയ്യുന്ന ആൾക്കാർക്കെല്ലാം അതിൻ്റെ ഗുണം കിട്ടും. എന്താ കാരണം വെച്ചാൽ അപ്പോൾ അവർ കൃത്യം, ഈ ആചാര്യം എല്ലാവരും തെറ്റിച്ചാൽ ചെയ്യണമെച്ചെങ്കിലോ ഈ ചെയ്യുന്ന ആൾക്കാരെല്ലാവരും തെറ്റിച്ചിട്ടായിരിക്കും ചെയ്യുക. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ ഈ ആചാര്യൻ വളരെ ശ്രദ്ധിച്ച് സൽക്കർമ്മങ്ങൾ കൃത്യമായി അറിവോടുകൂടി ചെയ്യണം. എന്നാലേ കൂടെയുള്ള മറ്റുള്ളവർക്ക് അതിൻ്റെ ഫലം കിട്ടുള്ളൂ. അവർക്ക് ആ കർമ്മം ചെയ്തുകൊണ്ട് അവർക്ക് ആ മുക്തി നേടാനും സാധിക്കുകയുള്ളൂ. അതാണ് ഇതിൽ ഭഗവാൻ പ്രത്യേകം എടുത്തു പറയുന്നുണ്ട്. അപ്പം അങ്ങനെ ചെയ്യുന്ന ആൾക്കാർ അവർ ശ്രദ്ധിക്കണം, അവർ അശ്രദ്ധയോടുകൂടി ചെയ്യാൻ പാടില്ല എന്നാണ് ഭഗവാൻ പറയുന്നത്. പിന്നെ കർമ്മത്തിൽ ആസക്തരായ അജ്ഞന്മാർക്ക്, കർമ്മത്തിൽ ആസക്തരായി ഇങ്ങനെ നിൽക്കുന്ന ചില അജ്ഞന്മാരുണ്ടായിരിക്കും, അവർക്ക് അറിവുണ്ടായിരിക്കില്ല. അപ്പോൾ അവരെ ഓരോന്ന് പറഞ്ഞ് തെറ്റിദ്ധരിപ്പിക്കാൻ പാടില്ല. ആ കർമ്മങ്ങളെ പറഞ്ഞ് അദ്ദേഹത്തിന് അറിവില്ല, അവർക്ക് അറിവില്ലാത്ത കാര്യങ്ങളായിരിക്കാം. അവരെ സാവധാനത്തിൽ പറഞ്ഞ് കാര്യങ്ങൾ മനസ്സിലാക്കി, പെട്ടെന്ന് നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങൾ തെറ്റാണ് അങ്ങനെയൊക്കെ പറയുമ്പോൾ പെട്ടെന്ന് അവർക്ക് ചാഞ്ചല്യം വന്ന് ഉള്ള കർമ്മങ്ങൾ ഇനി ഒരു കർമ്മവും ചെയ്യാൻ എനിക്ക് സാധിക്കില്ല എന്നുള്ളൊരവസ്ഥയിലേക്ക് വരും. അപ്പോൾ അങ്ങനെ വരുമ്പോഴും അവരെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കണം. അവർ ചെയ്യുന്ന കർമ്മങ്ങൾ ഇപ്പോൾ തെറ്റാണെങ്കിലും അതിനെ സാവകാശം പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് അവരെ ശരിയായ രീതിയിലേക്ക് കൊണ്ടുവരേണ്ട ചുമതല കൂടി ആർക്കുണ്ട്? ആചാര്യന്മാർക്ക് ഉണ്ട്. അപ്പോൾ പല കർമ്മങ്ങളും നമ്മൾ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്യുന്നതൊക്കെ ആരാണ്? ഒക്കെ ഭഗവാൻ തന്നെ ഇതെല്ലാതും ചെയ്യിക്കുന്നത്. അതല്ലേ തമിഴിലൊരു പാട്ടുണ്ട്, പാട്ടും ഞാനേ പാടവും ഞാനേ പാടും മോനെ ഞാൻ പാടുവത്തേനെ. ഈ പാട്ടും എല്ലാതും ഞാൻ തന്നെയാണ്. പാടുന്ന നിന്നെ ഇവിടെ പാടാൻ വെച്ചിട്ടുള്ളതും ഞാൻ തന്നെയാണ്, എല്ലാതും ഞാൻ തന്നെയാണെന്നാണ് പറയണത്. അപ്പോൾ അതുപോലെ തന്നെ ഭഗവാൻ തന്നെ ഇതെല്ലാതും ചെയ്യുന്നതും ചെയ്യിക്കുന്നതും ഇതെല്ലാം നോക്കുന്നതും മേൽനോട്ടം നടത്തുന്നതും ഒക്കെ ഭഗവാൻ തന്നെയാണ്. അപ്പോൾ ഈ തത്വങ്ങൾ അറിഞ്ഞ് ഈ വിഷാദങ്ങളും ഈ വിഷയങ്ങൾ ഇതൊക്കെ വരുന്നത് എവിടെ നിന്നാണ്? ഇന്ദ്രിയങ്ങളിൽ നിന്നാണ് വരുന്നത്. അപ്പം നമ്മുടെ പഞ്ചേന്ദ്രിയങ്ങളിലൂടെയാണ് ഈ വിഷയ ആസക്തികളെല്ലാം ഉണ്ടാകുന്നത്. അപ്പോൾ നമ്മൾ അടക്കേണ്ടത് ആദ്യം പഞ്ചേന്ദ്രിയങ്ങളെയാണ്. പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നമ്മൾ പഞ്ചേന്ദ്രിയങ്ങൾ സഞ്ചരിച്ച് പലതരത്തിൽ സഞ്ചരിച്ച് അത് മനസ്സിൽ വന്ന് അപ്പോൾ മനസ്സിൽ അശുഭ സങ്കല്പങ്ങളുണ്ടായി, പലതരം ആഗ്രഹങ്ങളുണ്ടായി, രജോ ഗുണം തമോ ഗുണം, അങ്ങനെ പലതരത്തിലുള്ള ദോഷഗുണങ്ങളുണ്ടാകുന്നു. നമ്മൾ ദുഷ്കർമ്മങ്ങൾ ചെയ്യാൻ പ്രേരിതരാവുക ചെയ്യുന്നത്. അപ്പോൾ ഈ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കിയിരിക്കുക എന്നൊക്കെ പറഞ്ഞാൽ എളുപ്പമൊന്നുമല്ല. എന്തെങ്കിലും കേട്ടാൽ നമ്മൾ അങ്ങോട്ട് തിരിഞ്ഞു നോക്കും, അല്ല ശബ്ദം കേട്ടാൽ അങ്ങോട്ട് നോക്കും, എന്താണ് അവിടെ എന്നുള്ളത് പെട്ടെന്നൊരാൾ ഓടുന്നു അവിടെ നോക്കുന്നു. അതൊക്കെ ഈ പഞ്ചേന്ദ്രിയങ്ങൾ മുഖേന നമ്മളെല്ലാ കാര്യങ്ങളും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുക. നമുക്ക് ഒതുങ്ങിയിരിക്കാനൊന്നും പറ്റില്ല. നമ്മൾ വളരെ ശ്രദ്ധിച്ചിരിക്കുമ്പോൾ മാത്രമാണ് എല്ലാ കോൺസെൻട്രേഷനോട് കൂടി ഇരിക്കാനൊക്കെ പറയില്ലേ. അപ്പോൾ എല്ലാവരും വളരെ ശ്രദ്ധയോട് കൂടിയിരിക്കുമ്പോൾ നമുക്ക് എല്ലാവരും ശ്രദ്ധിച്ച് കേൾക്കാൻ പറ്റും. നമ്മൾ ഇതൊന്നും ശ്രദ്ധിക്കണ്ട എന്നുള്ള തരത്തിലിരിക്കുമ്പോൾ നമ്മൾ എന്തൊക്കെയോ പല കാര്യങ്ങൾ ആലോചിച്ചുകൊണ്ട് വ്യാകുലചിത്തനായിട്ട് നമ്മൾ ഇരിക്കും. അപ്പോൾ ഈ ശബ്ദാദി വിഷയങ്ങളിൽ നമ്മൾ ഇന്ദ്രിയങ്ങളെ നമ്മൾ അതിനെ പരിപാലിച്ചുകൊണ്ട് അതിനെ കൺട്രോൾ ചെയ്തുകൊണ്ട് അതിനെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ നിയന്ത്രണത്തിലാക്കി വരുമ്പോൾ നമുക്ക് പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്യാനും സൽക്കർമ്മങ്ങൾ ചെയ്യാനൊക്കെ സാധിക്കും. മയി സർവാണി കർമാണി സന്യാസ്യാധ്യാത്മചേതസ നിരാശീർ നിർമ്മമോ ഭൂത യുദ്ധസ് വിഗതജ്വര. അപ്പോൾ ഭഗവാൻ പറയുന്നത് എല്ലാ കർമ്മങ്ങളും എന്നിൽ
സമർപ്പിച്ചുകൊണ്ട് ആത്മാവിൽ ഉറപ്പിച്ച മനസ്സോടു കൂടിയവനും ഒന്നിനെയും ആഗ്രഹിക്കാത്തവനും എൻ്റേതെന്ന ഭാവത്തോട് കൂടാത്തവനുമായി ദുഃഖത്തെ ഉപേക്ഷിച്ചവനുമായി എന്ത് ചെയ്യുക? ഭവിച്ച് യുദ്ധം ചെയ്യാനാണ് ഭഗവാൻ പറയുന്നത്. അപ്പോൾ എല്ലാ കാര്യങ്ങളും എല്ലാ കർമ്മങ്ങളും നീ എന്നിൽ സമർപ്പിക്കൂ, എന്നിൽ അർപ്പിച്ചുകൊണ്ട് സമർപ്പിച്ചുകൊണ്ട് എങ്ങനെ ആത്മാവിൽ ഉറച്ച മനസ്സോട് കൂടിയിട്ടാണ് ഈ യുദ്ധം ചെയ്യേണ്ടതെന്ന് പറയണത്. എന്നാൽ എൻ്റേതെന്ന ഭാവം പോലും ഉണ്ടാവാൻ പാടില്ല. നിൻ്റെ ശ്രദ്ധ മുഴുവനും യുദ്ധം ചെയ്യുന്നതിലായിരിക്കണം. അങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ അതിൽ വിജയം കൈവരിക്കാൻ സാധിക്കും. ഇത്തരത്തിലുള്ള ഭഗവാന്റെ ഉപദേശങ്ങൾ കൃത്യമായി പരിപാലിച്ചു വരുമ്പോൾ, അത് പ്രാവർത്തികമാക്കുമ്പോൾ നമുക്ക് ജീവിതത്തിൽ നമുക്ക് ആ കർമ്മബന്ധത്തിൽ നിന്ന് നമ്മൾ മുക്തരായി തീരുക ചെയ്യുന്നു. ആ കർമ്മബന്ധത്തിൽ നിന്നും മുക്തരായി തീരുമ്പോൾ നമുക്ക് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളെല്ലാം യജ്ഞങ്ങളായി മാറുകയും ചെയ്യണം. ഈ ബ്രഹ്മത്തെയും കർമ്മത്തെയും സംബന്ധിച്ച ജ്ഞാനത്തെ തിരിച്ചറിയാൻ കഴിയാത്ത ആൾക്കാർ, അവരോട് പിന്നെ പറഞ്ഞിട്ട് കാര്യം, വിവേകമില്ലാത്ത ആൾക്കാർ, അവരുടെ ജന്മം അത് പാഴായി പോകുന്ന പോലെയാണ്. അപ്പോൾ അവർക്ക് പല അവസരങ്ങൾ വരും. ഭഗവാൻ എത്രയോ അവസരങ്ങൾ തരുന്നു. നമ്മൾ പല സ്ഥലങ്ങളിലും പല ആൾക്കാരുമായി ബന്ധപ്പെടുന്നു. എങ്ങനെ വന്നാലും നമുക്ക് ഈ ജ്ഞാനങ്ങൾ ഉണ്ടാവുന്ന ഒരാളുമായി ഒരു സംസർഗം ഉണ്ടാവും. അപ്പോൾ അവർ വഴി നമുക്ക് ആ സംസർഗം ഉണ്ടാവുമ്പോൾ അവരിന്ന് ആ ജ്ഞാനത്തെ നമ്മൾ സ്വീകരിക്കാൻ നമ്മൾ മനസ്സ് കാണിച്ചു കഴിഞ്ഞാൽ നമുക്ക് ആ ജ്ഞാനമുണ്ടാവും. ചില ആൾക്കാരുണ്ട് പല കാര്യങ്ങൾ, ചിലപ്പോൾ ഭഗവത്ഗീത തന്നെ പല പ്രധാനപ്പെട്ട കാര്യങ്ങളൊക്കെ നമുക്ക് ചിലപ്പോൾ അമ്പലത്തിൽ വരിയിൽ നിൽക്കുമ്പോൾ തൊഴുമ്പോഴൊക്കെ ചില ഭക്തന്മാരൊക്കെ പരസ്പരം പങ്കുവയ്ക്കും. അപ്പം തന്നെ പല കാര്യങ്ങൾ ഇത്ര നമുക്കറിയാത്ത പല കാര്യങ്ങൾ, എനിക്ക് അങ്ങനെ അനുഭവങ്ങളുണ്ടായിട്ടുണ്ട്. അമ്പലത്തിൽ തൊഴാൻ കുറേ ക്യൂ നിൽക്കുമ്പോൾ കുറേ നേരം പോയല്ലോ എന്ന് വിചാരിക്കും. ആ സമയത്താവും വലിയ സന്യാസി പോലത്തെ ചില ആൾക്കാരൊക്കെ നമ്മൾ കണ്ടുമുട്ടാറുണ്ട്. അപ്പോൾ അവർ പല കാര്യങ്ങളും പറഞ്ഞു തരും. അവർ ഇത്ര നേരം ആ ക്യൂവിൽ നിന്നാലും കൂടി കുറേ അറിവുകൾ നമുക്കുണ്ടായല്ലോ, അത് ഭയങ്കര പുതിയ ഉണർവുണ്ടാക്കി എന്നുള്ള ചിന്തയൊക്കെ നമ്മുടെ മനസ്സിൽ വന്നു ചേരും. അങ്ങനെ പലതരത്തിലും ഭഗവാൻ തന്നെ നമ്മുടെ ഈ കർമ്മങ്ങൾ നിങ്ങൾ മനസ്സിലാക്കൂ എന്ന് പറഞ്ഞ ആൾക്കാരെ നമ്മുടെ മുമ്പിലേക്ക് അയക്കുകയാണ്. തൊട്ടടുത്തിരുന്ന് പറഞ്ഞു തരുന്നു. ചിലവർ അതൊന്നും ശ്രദ്ധിക്കുന്നില്ല. അപ്പം അതിനൊക്കെ അവസരങ്ങൾ തരുമ്പോൾ അതൊക്കെ നമ്മൾ ഉപയോഗിക്കാതെ പോകുന്നു. അങ്ങനെ പോയി വരുമ്പോഴാണ് ബ്രഹ്മത്തെയും കർമ്മത്തെയും തിരിച്ചറിയാതെ പല മൂഢന്മാരായി പല ആൾക്കാർ അവരുടെ ജന്മങ്ങൾ പാഴായി പോയ പോലെ ആവുന്നത്. അങ്ങനെ ചില ആളുകൾ ഈ ഇന്ദ്രിയങ്ങളെ ബലാത്കാരമായി അടക്കി ഒതുക്കി, യഥാർത്ഥത്തിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള ചീത്തവാസനകളും ഉണ്ടായിരിക്കും. അപ്പോൾ അതിനൊക്കെ അടക്കി ഒതുക്കി പിടിച്ചുകൊണ്ട് അവർ അഭിനയിക്കുകയാണ്, ഞാൻ നല്ല ആളാണെന്ന് അഭിനയിക്കുകയാണ്. യഥാർത്ഥത്തിൽ അവർക്ക് എല്ലാ തരത്തിലുള്ള സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും. രജോ ഗുണങ്ങൾ, തമോ ഗുണങ്ങൾ, കാമക്രോധ ലോഭ മോഹാദി എല്ലാതും ഉണ്ടാവും. പക്ഷേ അതിനൊക്കെ കൺട്രോൾ ചെയ്തുകൊണ്ട് പിടിച്ച് ഇരുത്തിക്കൊണ്ട് അവർക്കെന്ന് സമൂഹത്തിൽ ഞാനൊരു നല്ല ആളാണ് എന്നുള്ള തരത്തിൽ അഭിനയിച്ച് കാണിക്കണം. അപ്പോൾ അതിനു വേണ്ടി ഈ നടക്കുന്ന പല ആൾക്കാരുണ്ട്. അപ്പോൾ അങ്ങനെ വരുമ്പോൾ അവർക്ക് ഈ വാസനകളെ ഇവരെ മനസ്സിലുണ്ടായാൽ കൂടി ഈ വാസനകളൊക്കെ മനസ്സിൽ നിന്ന് പോകുന്നില്ല, അടക്കി വെച്ചുകൊണ്ട്. അപ്പോൾ നമ്മൾ വിചാരിക്കും ഇതൊന്നും ഇങ്ങനെ കഴിഞ്ഞാൽ മറ്റുള്ളവർ അറിയില്ലല്ലോ എന്നുള്ളത് മാത്രമേ. പക്ഷേ യഥാർത്ഥത്തിൽ അതിൻ്റെ എല്ലാ ദോഷങ്ങളും നമ്മൾ അനുഭവിക്കുക. ഇതൊക്കെ ഈ ദുസ്വഭാവങ്ങളൊക്കെ മനസ്സിലുണ്ട്, പക്ഷെ ഒരാളും അറിയണില്ലല്ലോ, ഞാൻ മാത്രമല്ലേ അറിയണുള്ളൂ എന്ന് വിചാരിച്ച് നമ്മൾ ഇരിക്കുമ്പോൾ, പക്ഷേ ഇതിൻ്റെ ആ ദോഷഫലങ്ങളൊക്കെ ആരറിയുന്നുണ്ട്? ഭഗവാൻ അറിയുന്നുണ്ട് അല്ലേ, നമ്മളെ ചിന്തകളും ഇതെല്ലാം. അപ്പോൾ ഈ ദോഷഫലങ്ങൾ അങ്ങനെ വെറുതെ അങ്ങനെ അടക്കി പിടിച്ചിരുന്നിട്ട് എന്താ കാര്യം? അതിനെ മനസ്സിൽ നിന്ന് പൂർണ്ണമായി കളയല്ലേ വേണ്ടത്. അപ്പോൾ കളയുന്നതിനുള്ള ആ യജ്ഞങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അതിന് ഭഗവാൻ പല കാര്യങ്ങളും ഭഗവത്ഗീതയിലൂടെ പല ഉപദേശങ്ങൾ ചെയ്യുന്നുണ്ട്. അത് നമ്മൾ വളരെ പല തവണ ഒരു പ്രാവശ്യം കൊണ്ടൊന്നും ഈ കാമക്രോധ ലോഭ മോഹാദികളെയൊന്നും നശിപ്പിച്ചില്ലാതെയാക്കാൻ സാധിക്കില്ല. നമ്മൾ നിത്യം അത് പരിചയിച്ച് അപ്പോൾ കുറേശ്ശെ നമുക്ക് കുറച്ച് മനസ്സിനെ കൺട്രോൾ ചെയ്യാൻ പറ്റും. അങ്ങനെ ആശ്രാന്ത പരിശ്രമം കൊണ്ട് ആണ് നമുക്ക് കാറ്റിനെ പിടിച്ചു നിർത്താം. പറഞ്ഞില്ലേ, അർജുനൻ പറഞ്ഞു, ഭഗവാനെ കാറ്റിനെ പിടിച്ചു നിർത്താൻ പറഞ്ഞാൽ എനിക്ക് പിന്നെയും പിടിച്ചു നിർത്താം, പക്ഷേ ഈ മനസ്സിനെ പിടിച്ചു നിർത്താമെന്ന് പറഞ്ഞാൽ ഞാൻ എങ്ങനെ പിടിച്ചു നിർത്തുക? ഇത് ഇങ്ങോട്ട് പിടിച്ചു നിർത്തുമ്പോഴേക്കും മനസ്സ് അങ്ങോട്ട് പോയി അതിനെപ്പറ്റി ചിന്തിക്കരുത്, ആനയെ മനസ്സിൽ ചിന്തിക്കരുതെന്ന് പറഞ്ഞാൽ അപ്പോൾ ആനയെ മനസ്സിൽ ചിന്തിച്ചു. അപ്പോൾ അങ്ങനെ എന്ത് സംഭവങ്ങളാണെങ്കിലും അതിനൊക്കെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ, ഈ മനസ്സിനെ കൺട്രോൾ ചെയ്യുക എന്ന് പറഞ്ഞാൽ വളരെ നമ്മുടെ ഇന്ദ്രിയങ്ങൾ നമ്മുടെ കൺട്രോളിൽ നിയന്ത്രണത്തിലായി കഴിഞ്ഞാൽ നമുക്ക് എന്തും സാധിക്കും.
ഇന്ദ്രിയങ്ങൾ, മനസ്സ് ഇന്ദ്രിയങ്ങളുടെ കൺട്രോളിലായി കഴിഞ്ഞാലോ നമ്മൾ ചെയ്യുന്നത് ഇന്ദ്രിയങ്ങൾ എന്താ പറയണ വെച്ചാൽ ആ വഴിക്ക് നമ്മൾ പോകും. അങ്ങനെ ഏത് അബദ്ധങ്ങളിലും പോയി ചാടും, കേസാവും, കൂട്ടാവും, എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാവും. അപ്പോൾ ആ ഇന്ദ്രിയങ്ങളെ നമ്മൾ അടക്കിക്കൊണ്ട് വരാനാണ് നമ്മൾ പഠിക്കേണ്ടത്. അങ്ങനെ നമ്മൾ പഠിച്ചു കഴിഞ്ഞാൽ അപ്പോൾ ആദ്യം ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ക്രമേണ നമ്മൾ അതിൽ വിജയിക്കും. അതല്ലേ നിത്യാഭ്യാസി ആനയെടുക്കുന്നു പറയണത്. അപ്പോൾ നമ്മൾ കഠിന പരിശ്രമം ചെയ്യാൻ, അങ്ങനെ ഒരു ആഗ്രഹം നമ്മുടെ മനസ്സിലുണ്ടെങ്കിൽ നമ്മൾ അതിനെ കൺട്രോൾ ചെയ്തേ നിയന്ത്രിച്ച് അടങ്ങൂ എന്നുള്ള വാശി നമുക്കുണ്ടെങ്കിൽ നമുക്ക് എന്തിനും ചെയ്യാൻ പറ്റും. നമുക്ക് വാശിയില്ലാത്ത കാരണം നമുക്കതൊന്നും ചെയ്യാൻ പറ്റാത്തത്. അതൊന്നും വലിയ കാര്യമായിട്ട് എടുക്കണില്ല ഇന്ദ്രിയങ്ങൾ. എന്താ പ്രശ്നം? അതൊക്കെ അവിടെ എന്തോ ഒരു പ്രഭാഷണമൊക്കെ പറഞ്ഞു, ഇങ്ങനെ അതിനെയൊക്കെ കൺട്രോൾ ചെയ്യണം എന്നൊക്കെ പറഞ്ഞു. പക്ഷെ അതൊക്കെ അത്ര വലിയ കാര്യമാക്കാനൊന്നുമില്ല, വലിയ കാര്യമാക്കില്ല. പക്ഷെ അതൊക്കെ കാര്യമാക്കിയിട്ട് നമ്മൾ അതിനെ നാളെ തൊട്ട് ആ ഇന്ദ്രിയങ്ങളെ നിയന്ത്രിച്ചുകൊണ്ട് നമ്മുടെ മനസ്സിൻ്റെ ഇച്ഛയ്ക്കനുസരിച്ച്, അത് ദൈവേച്ഛയ്ക്കനുസരിച്ച് നമ്മൾ മുന്നോട്ട് പോകുമ്പോൾ എല്ലാ തരത്തിലുള്ള വിജയവും നമുക്ക് ഉണ്ടാവും. അങ്ങനെയാണ് ഈ മനോദുഃഖങ്ങളെ നമ്മൾ ഇല്ലാതാക്കുന്നത്. ഇന്ദ്രിയങ്ങളെ നമ്മൾ നിയന്ത്രിച്ചു കൊണ്ടാണ്. രാഗദ്വേഷം പ്രതികൂലമാകുമ്പോൾ ദ്വേഷവും സ്ഥിതി ചെയ്യുന്നു. ഇവ രണ്ടും ജീവന് രണ്ടും ശത്രുക്കളാണ്. രാഗദ്വേഷങ്ങൾ എന്ന് പറയുന്നത് ജീവൻ്റെ ശത്രുക്കളാണ്. ജ്ഞാനത്തിൻ്റെ ശത്രുവാണ് കാമം. ഒരേ ആഗ്രഹം ഉണ്ടാവുന്നത് അല്ലേ? നമുക്കൊരാഗ്രഹം വന്നു, ഒരാഗ്രഹം അത് നിറവേറ്റി കഴിഞ്ഞാൽ മറ്റൊരാഗ്രഹം വന്നു. അങ്ങനെ ആഗ്രഹങ്ങൾ നമ്മൾ എത്ര നിറവേറ്റി കഴിഞ്ഞാലും പിന്നെയും ആഗ്രഹങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നു അല്ലേ? അഗ്നിയിൽ കുറച്ച് ഈ വേസ്റ്റുകളൊക്കെ കൊണ്ടിട്ട് കഴിഞ്ഞാൽ, വിറക് കൊണ്ടിട്ടാൽ അഗ്നി ആളിക്കത്തും. പക്ഷെ അത് കത്തിക്കഴിഞ്ഞാൽ പിന്നെയും അഗ്നിയിൽ ഇനി എന്തെങ്കിലും കൊണ്ടിടേണ്ടി വരും. എത്ര കൊണ്ടിട്ടാലും അഗ്നിക്ക് മതിയാവുന്നില്ല. അഗ്നിക്ക് ഇനിയും ദഹിപ്പിച്ച് തീർക്കാനുള്ള അത്ര ഇതിൽ അത് വീണ്ടും കത്തിത്തുടങ്ങും. അതുപോലെ തന്നെ മനുഷ്യൻ്റെ മനസ്സിലെ ആഗ്രഹങ്ങൾ, കാമം, അതിന് അറുതിയില്ല എന്ന് പറയും. എന്ത് സുഖങ്ങളുണ്ടായാലും, ഭോഗസുഖങ്ങളും മറ്റു സുഖങ്ങളും, എന്ത് സുഖങ്ങളുണ്ടായാലും അത് വീണ്ടും വേണം, മതി വരുന്നില്ല. അങ്ങനെ പിന്നെ ആ സുഖങ്ങൾ കിട്ടാതെ വരുമ്പോൾ അത് ക്രോധമായി മാറുന്നു. ആ ക്രോധമായി മാറി ആ ക്രോധത്താൽ നമ്മൾ പിന്നെ പാപകർമ്മങ്ങൾ ചെയ്യാൻ തുടങ്ങുകയാണ്. അങ്ങനെയാണ് ഇപ്പോൾ പറഞ്ഞില്ല, അർജുനൻ പറഞ്ഞു, ഇങ്ങനെ വെറുതെ ഇരിക്കുന്ന ആൾക്കാർ എങ്ങനെയാണ് ഈ കുറ്റകൃത്യങ്ങളൊക്കെ ചെയ്യുന്നത് എന്ന് പറയണ്. അപ്പോൾ ആരാണ് ഇതൊക്കെ തോന്നിക്കുന്നത് മനസ്സിൽ എന്ന് പറയാം. അപ്പോൾ ഈ കാമക്രോധ ലോഭമോഹങ്ങൾ, കാമക്രോധം, ഈ രജോ ഗുണങ്ങൾ വർദ്ധിക്കുമ്പോൾ ഇത്തരത്തിൽ ഉള്ള ഇത് വർദ്ധിക്കണ്. ക്രോധങ്ങളുണ്ടാവുന്നു. അങ്ങനെ ക്രോധത്തിൽ നിന്നും ഇങ്ങനെ നമ്മൾ ഓരോ ദുഷ്കർമ്മങ്ങൾ ചെയ്യുന്നു, അങ്ങനെ പാപകർമ്മങ്ങൾ ചെയ്യുന്നു. അങ്ങനെ ആണ് ഈ ദോഷത്തിലേക്ക്, രജോ ഗുണത്തിലേക്ക്, പാപത്തിലേക്ക് വരുന്നത്, പാപം ചെയ്യുന്നത്. അഗ്നി എങ്ങനെയാണ് പുകയാൽ മറയപ്പെട്ടിരിക്കുന്നത്? കണ്ണാടി എങ്ങനെയാണ് അഴുക്ക് പിടിച്ച കണ്ണാടിയിൽ നോക്കിയാൽ നമ്മുടെ ഇത് കാണാൻ പറ്റില്ല, നമ്മുടെ രൂപം, പ്രതിബിംബം കാണാൻ പറ്റില്ല. പുക ധാരാളം വന്നാൽ അഗ്നിക്ക് കത്താൻ സാധിക്കില്ല, അഗ്നിയെ കാണാൻ സാധിക്കില്ല. അതുപോലെ തന്നെ ഗർഭസ്ഥ ശിശുവിനെ കാണുവാൻ മൂടിപ്പെട്ടിരിക്കുന്ന, അതുകൊണ്ട് ആ ഗർഭശിശുവിനെ നമുക്ക് കാണാം. അതുപോലെ തന്നെ ഈ കാമത്താൽ മൂടപ്പെട്ടിരിക്കുന്ന ഈ കർമ്മം, കാമത്താൽ മൂടപ്പെട്ടിരിക്കുമ്പോൾ ജ്ഞാനം, ഈ ജ്ഞാനത്തിനെ കാമത്താൽ മൂടപ്പെട്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ യഥാർത്ഥ ജ്ഞാനത്തിന് പുറത്ത് കാണാൻ കഴിയില്ല. കാണുന്നതെല്ലാം കാണുമ്പോൾ ഇതൊക്കെ ശരിയാണെന്ന് വിചാരിക്കും, ഇതാണ് ശരിയായ കാര്യങ്ങളെന്ന് വിചാരിക്കും. യഥാർത്ഥത്തിൽ നമ്മുടെ ഒരു വ്യാമോഹം മാത്രമാണ്. അപ്പോൾ ഇതെല്ലാം കാമത്താൽ മൂടപ്പെട്ടിരിക്കുന്ന കാരണം യഥാർത്ഥ ജ്ഞാനം മറഞ്ഞിരിക്കുകയാണ്. യഥാർത്ഥ ജ്ഞാനം നമുക്ക് ലഭിക്കുന്നില്ല. അപ്പോൾ നമ്മൾ അതിനെപ്പറ്റി മനസ്സിലാക്കുന്നില്ല. അത് യഥാർത്ഥ ജ്ഞാനമല്ല എന്നുള്ള എന്തെങ്കിലും ഒരു സൂചന ലഭിക്കുമ്പോൾ മാത്രമാണ് നമ്മളത് യഥാർത്ഥ ജ്ഞാനം എന്താണെന്ന് നമ്മൾ അന്വേഷിക്കുകയുള്ളൂ. ഇതിൽ ഭരതവംശത്തിൽ ജനിച്ച ശ്രേഷ്ഠനായ അർജുന, അതുകൊണ്ട് നീ ആദ്യം തന്നെ ഇന്ദ്രിയങ്ങളെ അടക്കിയിട്ട് പാപം ചെയ്യാൻ പ്രേരിപ്പിക്കുന്നതും ജ്ഞാനത്തെയും വിജ്ഞാനത്തെയും നശിപ്പിക്കുന്നതുമായ ഇതിനെ, കാമത്തെ നിശേഷം നശിപ്പിക്കുക. അപ്പോൾ ഇവിടെ ചെയ്യേണ്ടത്, അർജുനനോട് ഭഗവാൻ പറയാണ്, നീ ചെയ്യേണ്ടത്, ഇപ്പോൾ അത്യാവശ്യമായി ചെയ്യേണ്ടത് എന്താണ്? ഈ കാമത്തിനെ, ഈ ജ്ഞാനത്തിനെ മറയ്ക്കുന്ന, വിജ്ഞാനത്തിനെ മറയ്ക്കുന്ന, നശിപ്പിക്കുന്നതുമായ ഈ കാമത്തെ നീ നിശേഷമായി നശിപ്പിക്കൂ. നശിപ്പിച്ചു കഴിഞ്ഞാൽ ജ്ഞാനം ഉണ്ടാവും. ഇന്ദ്രിയാണി
പരാണ്യാ ഹുരീന്ദ്രിയേഭ്യ പരം മനസ്തു പരാ ബുദ്ധിര്യേ ബുദ്ധേ പരതസ്തു സാ. ഇന്ദ്രിയങ്ങൾ ശരീരത്തേക്കാൾ ശ്രേഷ്ഠമാണ്. ശരീരത്തേക്കാൾ ശ്രേഷ്ഠമാണ് എന്ത്? മനസ്സ്. ബുദ്ധിയാകട്ടെ മനസ്സിനേക്കാൾ ശ്രേഷ്ഠമാണ്. അപ്പോൾ ബുദ്ധിയേക്കാളും മനസ്സിനേക്കാളും ശ്രേഷ്ഠമായിട്ടാണ് ആത്മാവ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ അർജുനനോട് ഭഗവാൻ പറയാണ്, ഈ പരമതത്വത്തെ നീ മനസ്സിലാക്കണം. ഈ നിശ്ചയമായും ഈ പരാജയം സംഭവിക്കാനിടയായത് ഈ പഞ്ചേന്ദ്രിയങ്ങളെ അടക്കാനും കാമത്തിനെ അടക്കാനും സാധിക്കാത്ത കാരണമാണ്. അതിനെ നശിപ്പിക്കാൻ സാധിക്കാത്തത് കാരണമാണ് ഈ പരാജയങ്ങളും ഇങ്ങനെ വിഷാദ സംഭവങ്ങളൊക്കെ ഉണ്ടാവാൻ കാരണമായി വന്നത്. അതുകൊണ്ട് കാമരൂപത്തിലുള്ള ശത്രുവിനെ നശിപ്പിച്ചാലും അർജുന, നിനക്ക് കർമ്മം കൊണ്ട് നിനക്ക് രക്ഷപ്പെടണമെങ്കിൽ, ഈ യുദ്ധത്തിൽ വിജയിക്കണമെങ്കിൽ ഈ ശരിക്കും നിഷ്കാമമായ കർമ്മം നീ ചെയ്യൂ. അപ്പോൾ നിനക്ക് എല്ലായിടത്തും നിനക്ക് വിജയം കൈവരിക്കാൻ സാധിക്കും. ഇതാണ് ഈ കർമ്മയോഗം കൊണ്ട് ഭഗവാൻ അർജുനനെ ഇത്തരത്തിലുള്ള കർമ്മയോഗം ഉപദേശിച്ചു കൊടുത്തപ്പോൾ അർജുനന് മനസ്സിലായി കർമ്മം എങ്ങനെയാണ് ചെയ്യേണ്ടത്, എന്തിനെയാണ് നിയന്ത്രിക്കേണ്ടത്. മനസ്സിനെ ശക്തിപ്പെടുത്തണമെങ്കിൽ എന്ത് വേണം? കാമത്തിനെ, ആഗ്രഹങ്ങളെ മാറ്റി നിർത്തിക്കൊണ്ട് കർമ്മം ചെയ്യണം. എന്നാലാണ് ഈ ജ്ഞാനം ഉണർന്നു വരികയുള്ളൂ. ആ ജ്ഞാനമുണ്ടായാൽ മാത്രമാണ് നമുക്ക്, ആ അറിവിലൂടെയാണ് നമുക്ക് എല്ലാ വിജയവും കൈവരിക്കാൻ സാധിക്കുന്നത്. അപ്പം നിഷ്കാമമായ കർമ്മം ഉണ്ടായാൽ മാത്രമാണ് നമുക്ക് ജീവിതത്തിൽ വിജയിക്കാൻ സാധിക്കുകയുള്ളൂ. അപ്പം നിഷ്കാമമായ കർമ്മം ചെയ്യണം. അത് യജ്ഞങ്ങളായി മാറും. ആ നിഷ്കാമമായ ഒന്നും ഫലേച്ഛ കൂടാതെ നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ അത് യജ്ഞങ്ങളാണ്. അത് നമുക്ക് ഡെപ്പോസിറ്റാണ്. അത് നമുക്ക് ജീവിതത്തിൽ മുക്തിക്കും ഇതിനെല്ലാം വേണ്ടി നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളാണ്. അപ്പോൾ അത്തരം കർമ്മങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. അത് ചെയ്യാൻ വേണ്ടി നമ്മൾ പ്രാപ്തരാവണമെങ്കിൽ ഈ പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ നിഗ്രഹിക്കണം എന്ന് പറയില്ല. പഞ്ചേന്ദ്രിയങ്ങളെ നമ്മൾ കൺട്രോൾ അടക്കണം. അപ്പോൾ ഒരു തരത്തിലുള്ള ഇതുപോലും പാപങ്ങളും മനസ്സിൽ വരാത്ത തരത്തിൽ നമ്മൾ കർമ്മം ചെയ്യണം. നമ്മൾ പറഞ്ഞു പലതരത്തിലുള്ള കർമ്മങ്ങൾ ചെയ്താലും മനസ്സിൽ പോലും ചിന്തിക്കാതെ കർമ്മം ചെയ്യണം. അങ്ങനെ ചെയ്യുന്ന കർമ്മങ്ങളിലൂടെ അങ്ങനെ ചെയ്യുന്ന കർമ്മയോഗികളെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഐശ്വര്യം അവർക്ക് തോന്നും. മനസ്സിലായി? അവർ മുമ്പിൽ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് എന്തോ ദൈവിക ചൈതന്യമുള്ള ഒരു ഓറ അവരുടെ മുഖത്ത് നോക്കുമ്പോൾ തന്നെ നമുക്ക് തോന്നും. അത്തരത്തിലുള്ള ഒരു കർമ്മയോഗം നീ ചെയ്തു കഴിഞ്ഞാൽ നിനക്ക് സർവത്ര വിജയം ഉണ്ടാവും എന്നാണ് അർജുനനോട് ഭഗവാൻ ഈ കർമ്മയോഗം ഉപദേശിച്ചുകൊണ്ട് പറയുന്നത്. ഇന്നത്തെ പ്രഭാഷണം ഇവിടെ അവസാനിക്കുന്നു. ഓം നമോ ഭഗവതേ വാസുദേവായ.